ഒരു നിമിഷത്തിൽ പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുത്തെ തിരുസന്നിധി ഇന്ന് ഞങ്ങൾ ഉപവാസത്തോടും പ്രാർത്ഥനയോടും അവിടുത്തെ പാദപീഠത്തിലിരിക്കുമ്പോൾ കർത്താവേ, ഇന്ന് ഈ ദൈവ മക്കൾക്ക് കൊടുക്കേണ്ട ദൈവിക ദൂത് എൻ്റെ അധരത്തിലൂടെ പരിശുദ്ധാത്മാവ് സംസാരിക്കണം. കർത്താവേ, മക്കളുടെ ഹൃദയങ്ങളെ തുറന്നു ഞങ്ങളെ ഓരോരുത്തരെയും ഒന്ന് ആത്മശോധന ചെയ്ത് ഞങ്ങളുടെ ജീവിതത്തെ കൂടുതൽ കർത്താവെ അനുഗ്രഹിച്ച് ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ ബലപ്പെടുത്തേണ്ടതിന് കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് ഈ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ കേൾക്കുന്ന തിരുവചനം കർത്താവെ, ഞങ്ങൾ ഇന്ന് വൈകിട്ട് 6 മണി വരെയും അവിടുത്തെ പാദപീഠത്തിൽ ഇരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വലിയൊരു അഭിഷേകം ഞങ്ങളുടെ മേൽ പകർന്നു വന്നുകൊണ്ട് ഞങ്ങളൊരു പുതിയ സൃഷ്ടിയായി ഞങ്ങളുടെ ജീവിതത്തിലെ കുറവുകളെ കണ്ടെത്തിക്കൊണ്ട് കർത്താവെ അതിൽ നിന്ന് നിരപ്പ് പ്രാപിച്ച് ഒരു കൃപ പ്രാപിക്കുവാൻ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. നന്ദിയോടെ സ്തുതിക്കുന്നു. അപ്പ സ്തോത്രം. പ്രാർത്ഥന കേട്ട് അനുഗ്രഹിക്കുന്ന കൃപയ്ക്ക് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ. ഇന്ന് ഉപവാസത്തോടു കൂടിയുള്ളവർ ഒത്തിരി പേരുണ്ടോ? ഒന്ന് കയറി. നമ്മൾ തിരുവചനം നമ്മൾ ധ്യാനിക്കുമ്പോൾ ഈ സുവിശേഷത്തിൽ മത്തായി, മർക്കോസ്, ലൂക്കാ, യോഹന്നാൻ ഈ സുവിശേഷങ്ങളിൽ ഉപവാസത്തെ പറ്റി നമ്മൾ യേശു ഉപവസിച്ചതൊക്കെ കാണുന്നു. എന്നാൽ യേശു ഒരു ഉപവാസം നടത്തിയത് നമ്മൾ തിരുവചനത്തിൽ കണ്ടിട്ടുണ്ട്. ഞാൻ ഇത്രയും നാളും ഒക്കെ തിരുവചനം ഇങ്ങനെ പരിശോധിച്ച് നോക്കിക്കൊണ്ടൊക്കെ ഇരുന്നെങ്കിലും ഈ കഴിഞ്ഞ നാളുകളിൽ എൻ്റെ ഹൃദയത്തിൽ കർത്താവ് അങ്ങനെ ഒരു ചിന്ത തന്നു. മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായത്തിൽ 15 മുതലുള്ള തിരുവചന ഭാഗം നമ്മൾക്ക് ഒന്ന് വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണാൻ പറ്റുന്നു. ഒന്ന് വായിക്കാവോ? 15-ാമത്തെ വാക്യം. ഈ സ്ഥലം മരുഭൂമിയല്ലോ, നേരവും വൈകി. പുരുഷാരം ഗ്രാമത്തിൽ പോയി ഭക്ഷണ സാധനങ്ങൾ കൊള്ളേണ്ടതിന് അവരെ പറഞ്ഞയക്കണമെന്ന് പറഞ്ഞു. കർത്താവ് ഒരു ദിവസം എല്ലാവരെയും വിളിച്ചു കൂട്ടി ഒരു ഉപവാസം നടത്തി. കർത്താവ് പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ദൈവമക്കളോട് അവരെങ്ങനെ ജീവിക്കണമെന്നുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ അവർക്കങ്ങോട്ട് വിശദീകരിച്ചു കൊടുത്തു. സമയം പോയതറിയില്ല. വൈകുന്നേരമായപ്പോൾ ഈ പ്രാർത്ഥന അവസാനിച്ചു കഴിഞ്ഞപ്പോൾ കർത്താവ് പറയുക, ഈ പുരുഷാരത്തിന് എന്തെങ്കിലും ഭക്ഷിക്കാൻ കൊടുക്കണം. കാരണം എന്ത് വൈകുന്നേരമായി. അപ്പം കർത്താവ് എന്ത് ചെയ്തു? താഴോട്ടൊന്ന് വായിക്കേ. യേശു അവരോട്, അവർക്ക് പോകുവാൻ ആവശ്യമില്ല, നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുക്കുമെന്ന് പറഞ്ഞു. അവർ അവനോട്, 5 അപ്പവും 2 മീനും അല്ലാതെ ഞങ്ങൾക്ക് ഇവിടെ ഒന്നുമില്ല എന്ന് പറഞ്ഞു. അത് ഇങ്ങ് കൊണ്ടുവരുവിൻ എന്ന് യേശു പറഞ്ഞു. പിന്നെ പുരുഷാരം പുല്ലിന്മേലിരിപ്പാൻ കൽപ്പിച്ചു. ആ 5 അപ്പവും 2 മീനും എടുത്ത് സ്വർഗത്തേക്ക് നോക്കി വാഴ്ത്തി അപ്പം നുറുക്കി ശിഷ്യന്മാരുടെ പക്കലും ശിഷ്യന്മാർ പുരുഷാരത്തിനും കൊടുത്തു. എല്ലാവരും നിന്ന് തൃപ്തരായി. ശേഷിച്ച കഷണം 12 മുട്ട നിറച്ചെടുത്തു. ഇന്നവരോ സ്ത്രീകളെയും പൈതങ്ങളെയും കൂടാതെ ഏകദേശം 5000 പുരുഷന്മാരായിരുന്നു. അപ്പൊ അത് 5000 കർത്താവ് ആ 5 അപ്പം 2 മീനും എടുത്ത് വാഴ്ത്തിട്ട് വിളമ്പി കൊടുത്തപ്പോ 5000 പുരുഷന്മാരായിരുന്നു. അവർക്ക് വിളമ്പി കൊടുത്തു കഴിഞ്ഞതിന് ശേഷം 5000-ൽ മേലെ ആൾക്കാരുണ്ടായിരുന്നു. പുരുഷന്മാർ മാത്രം 5000. എന്നിട്ട് ഇത്ര 12 കൊട്ട ബാക്കി. അത് കഴിഞ്ഞ് കർത്താവ് വീണ്ടും ഒരു ഉപവാസം പ്രഖ്യാപിക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. 15-ാം അധ്യായത്തിൽ 32 മുതലുള്ള തിരുവചനം എന്ന് പറയുന്നത്. എന്നാൽ യേശു തന്റെ ശിഷ്യന്മാരെ അടുത്ത് വിളിച്ചു, ഈ പുരുഷാരം ഇപ്പോൾ 3 നാളായി എന്നോടുകൂടെ പാർക്കുന്നു. അവർക്ക് ഭക്ഷിപ്പാൻ ഒന്നുമില്ലായതുകൊണ്ട് അവരെ കുറിച്ച് എനിക്ക് മനസ്സലിവ് തോന്നുന്നു. കേട്ടോ, ഇവിടെ കർത്താവ് ഇതുപോലെ തന്നെ ജനത്തെ മുഴുവൻ വിളിച്ചു കൂട്ടി കഴിഞ്ഞുകൊണ്ട് കർത്താവ് അവർക്ക് വീണ്ടും ഒരു ഉപദേശങ്ങൾ എങ്ങനെ ജീവിക്കണം എന്നുള്ള അതിശക്തമായ വിധത്തിൽ ദൈവത്തിന്റെ വചനങ്ങൾ അവർക്ക് പകർന്നു കൊടുത്തത് എത്ര ദിവസമാണ്? 3 ദിവസം കഴിഞ്ഞ് അവർ അറിഞ്ഞില്ല.
3 ദിവസം കടന്നു പോയത് അവർ അറിഞ്ഞില്ല. അങ്ങനെ താഴോട്ട് വെച്ചേ. അവർ വഴിയിൽ വെച്ച് തളർന്നു പോയേക്കും എന്ന് പറഞ്ഞു. ശിഷ്യന്മാർ അവനോട്, ഇത്ര വലിയ പുരുഷാരത്തിന് തൃപ്തി വരുത്തുവാൻ മതിയായ അപ്പം ഈ കാട്ടിൽ നമുക്ക് എവിടെ നിന്ന് എന്ന് പറഞ്ഞു. നിങ്ങളുടെ പക്കൽ എത്ര അപ്പമുണ്ട് എന്ന് യേശു ചോദിച്ചു. 7 കുറെ ചെറുമീനും ഉണ്ട് എന്നവർ പറഞ്ഞു. അവൻ പുരുഷാരത്തോട് നിലത്തിരിപ്പാൻ കൽപ്പിച്ചു. ആ 7 അപ്പവും മീനുമെടുത്ത് വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാരുടെ പക്കലും ശിഷ്യന്മാർ പുരുഷാരത്തിനും കൊടുത്തു. എല്ലാവരും നിന്ന് തൃപ്തരായി. ശേഷിച്ച ഭക്ഷണം അവർ 7 വട്ടി നിറച്ചെടുത്തു. തിന്നവരോ സ്ത്രീകളെയും പൈതങ്ങളെയും കൂടാതെ 4000 പുരുഷന്മാരായിരുന്നു. പിന്നെ അവൻ പുരുഷാരത്തെ പറഞ്ഞയച്ചിട്ട് കണ്ടോ, ഇവിടെ 4000 പുരുഷന്മാർ മാത്രം 4000 പേര്. അവർക്ക് തിന്നാൻ കൊടുത്തിട്ട് ബാക്കി ശേഖരിച്ചത് എത്രയാ? 7 വട്ടം. ദൈവമക്കളെ, നമ്മൾ ദൈവത്തിന്റെ പാദപീഠത്തിൽ ഇരുന്ന് ആ കർത്താവിന്റെ സന്നിധിയിൽ ഒരു പ്രാർത്ഥന അനുഭവത്തോടു കൂടി നമ്മൾ കടന്നു വന്നിരുന്നാൽ ആ ദൈവവചനം നമ്മുടെ കാതുകളിലേക്ക് കടന്നു ചെന്നത് ഹൃദയത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്കൊരു വിശപ്പ് തോന്നുകയാണ്. അതാണ് ദൈവത്തിന്റെ വചനത്തിന്റെ പ്രാധാന്യം. ഉപവസിക്കുക എന്ന് പറഞ്ഞാൽ ഭക്ഷണം വർദ്ധിക്കുക എന്നുള്ളതല്ല. കർത്താവിന്റെ കൂടെ വസിക്കുക. കർത്താവിന്റെ കൂടെ, വചനത്തിന്റെ കൂടെ നമ്മൾ വസിക്കുമ്പോൾ നമുക്ക് ഭക്ഷണം ഒന്നും ഒരു പ്രശ്നമല്ല. വിശപ്പ് തോന്നുകയാണ്. നമ്മൾ ഇതൊക്കെ മറന്നു പോകും. കാരണം ഇതിന് തെളിവ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 9-ാം വാക്യം വായിക്കണ്ട, അവിടെ വായിക്കുമ്പോൾ അവിടെ ഒരു ബാലന്റെ കയ്യിലാണ് 5 ഇറത്തപ്പം ഉള്ളത്, 2 മീനും അവന്റെ കയ്യിലാണ്. അതാണ് കർത്താവ് വാഴ്ത്തി ഈ പറഞ്ഞ 5000 പേർക്ക് കൊടുത്തത്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. ഇവിടെ കുഞ്ഞുങ്ങളൊക്കെ ഇരിപ്പുണ്ട്, കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ. ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് നമ്മൾ ഇങ്ങോട്ട് കൂട്ടായ്മയിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യും? അവർക്ക് വിശക്കും, അവർ കരയും, അവർ വഴക്കുണ്ടാകും. അതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും ഒരു ചെറിയ ഭക്ഷണം, ബിസ്ക്കറ്റ് ആയിട്ടോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ നമ്മൾ അവർക്ക് വേണ്ടി കൊണ്ടുവരും. ഇവിടെ ഒരു ബാലന്റെ കയ്യിലാണ് ഈ 5 അത്തപ്പം ഉണ്ടായിരുന്നത്. ഈ കൊച്ചു പോലും എന്ത് ചെയ്തു? ഈ വചനത്തിന്റെ മുമ്പിൽ ഇരുന്നപ്പം ഇത് കഴിക്കുന്ന കാര്യം മറന്നുപോയി. അതുകൊണ്ടാണ് ആ 5 അപ്പം മാറ്റി കൊടുക്കാൻ പറ്റിയത്. അപ്പൊ ദൈവത്തിന്റെ വചനത്തിന്റെ മുമ്പിൽ വന്നിരിക്കുമ്പോൾ നമുക്കൊരു വിശപ്പ് തോന്നുകയില്ല, നമുക്കൊരു ക്ഷീണം തോന്നുകയില്ല. ഈ ഒരു അവസ്ഥയിലാണ് ദൈവവചനത്തെ നമ്മൾ ധ്യാനിക്കേണ്ടത്. കർത്താവിന്റെ കൂടെ നമ്മൾ ഇരിക്കുമ്പോൾ, കർത്താവിന്റെ വചനത്തിന്റെ മുമ്പിൽ നമ്മൾ ഇരിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നമ്മളെ ഒന്ന് പരിശോധിക്കാൻ തുടങ്ങും. കേൾക്കുന്ന വചനം നമ്മളെ ഒന്ന് പരിശോധിക്കാൻ തുടങ്ങുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ തുടങ്ങും. നമ്മുടെ ഹൃദയത്തിൽ മറഞ്ഞു കിടക്കുന്ന സകല പാപങ്ങളും പുറത്തേക്ക് പൊങ്ങി വരാൻ തുടങ്ങും. ഈ വചനം ചെല്ലും. വചനം ചെല്ലുമ്പോൾ എന്ത് ചെയ്യും? ഇതിനെ ഇളക്കും. നമ്മുടെ ഹൃദയത്തെ ഒന്ന് ഇളക്കി പരിശോധിക്കുവാൻ തക്ക വിധത്തിൽ ദൈവത്തിന്റെ ഇടപെടലുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈ പാപം, നമ്മുടെ ജീവിതത്തിൽ മറഞ്ഞു കിടക്കുന്ന പാപങ്ങളെല്ലാം പൊങ്ങി വരും. ഇതിനാണ് നമ്മൾ ഉപവാസം എന്ന് പറയുന്നത്. ഉപവാസ പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മളെ ഒന്ന് ആത്മപരിശോധന ചെയ്യുവാൻ വേണ്ടി നമ്മൾ വന്നിരിക്കുന്നത്. കാരണം തിരുവചനം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. കാരണം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അന്യായ ബന്ധനങ്ങളിൽ നിന്ന് നമുക്കൊരു വിടുതൽ വേണം. ആ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന പല മുഖങ്ങളുണ്ട്. ആ മുഖങ്ങളുടെ അമിക്കയറുകളൊക്കെ നമ്മൾ കഴിയണം. അതിന് എല്ലാ മുഖങ്ങളും തകർക്കുവാൻ വേണ്ടിയാണ് നമ്മുടെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഇന്ന് ദൈവസഭയെ കടന്നു വന്നിരിക്കുന്നത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ 17 വർഷങ്ങൾക്ക് മുമ്പ് ഈ വചനാശ്രമത്തിലേക്ക് ഇതിന്റെ ആരംഭകാലത്ത് കടന്നു വന്നത്
ഒരു സൗഖ്യത്തിന് വേണ്ടി കടന്നു വന്നത്. അതിന്റെ തുടക്കത്തിൽ തന്നെ, ആദ്യത്തെ ദിവസം തന്നെ ഈ ദൈവത്തിന്റെ വചനം പ്രഘോഷിക്കുന്ന ദൈവദാസന്മാർ ഈ പുൽപിറ്റിൽ നിന്നുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുമ്പോൾ ഈ വചനം വളരെ ശ്രദ്ധയോടുകൂടി എന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരുവാനിട വന്നു. ഞാനൊരു സൗഖ്യം പ്രാപിക്കുക എന്ന ഒരൊറ്റ ലക്ഷ്യത്തിലാണ് ഇങ്ങോട്ട് കടന്നു വന്നത്. കാരണം ദേവസ്വം മുല്ലക്കര സ്ഥലത്ത് കൈവച്ച് പ്രാർത്ഥിച്ചാൽ അവിടെ വിടുതലുണ്ട് എന്നുള്ള ആഴമേറിയൊരു ബോധ്യം എനിക്കുണ്ടായിരുന്നു. വചനം അറിയില്ല. അദ്ദേഹത്തിന്റെ ഒരു കൈവപ്പ് പ്രാർത്ഥനയ്ക്ക് കിട്ടുക എന്ന ഒരു ലക്ഷ്യത്തിൽ മാത്രമായിരുന്നു ഞാൻ ഈ കൂട്ടായ്മയിലേക്ക് കടന്നു വന്നത്. എന്നാൽ ഈ ദൈവ ആലയത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞപ്പോൾ അഭിഷിക്തരായ ദൈവദാസന്മാരുടെ തിരുവചന മൊഴികൾ കേൾക്കുവാനിട വന്നപ്പോൾ ഞാൻ എന്നെ തന്നെ പരിശോധിക്കത്തക്ക വിധത്തിൽ എന്റെ ഹൃദയത്തെ ദൈവം തുറക്കുവാനിട വന്നു. ഈ ദൈവവചനം കേട്ട് 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 എന്റെ ജീവിതത്തിലുള്ള കുറവുകളെ കണ്ടെത്തി ഞാൻ ദൈവസന്നിധിയിൽ ഏറ്റുപറയുവാൻ തുടങ്ങി. എന്റെ ജീവിതത്തിൽ ഇതുണ്ട്, എന്റെ ജീവിതത്തിൽ ഇങ്ങനെയുണ്ട് എന്നുള്ള ചിന്തകൾ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ ഇത് ഏറ്റുപറഞ്ഞ് സമയം 2 മണിയായപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിക്കേണ്ടവർക്ക് ഭക്ഷണം കഴിക്കുവാൻ വേണ്ടിയിട്ട് ഇന്റർവെല്ലിന്റെ സമയത്ത് വിട്ടു. ഭക്ഷണം അകത്തൊരുക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ ആ ഇരുന്നിടത്ത് നിന്ന് എനിക്ക് എഴുന്നേറ്റ് പോകാൻ പറ്റുന്നില്ല. എനിക്കൊരു വിശപ്പുമില്ല, ഒരു ക്ഷീണവുമില്ല, ഒരു ദാഹവുമില്ല. അന്നേ ദിവസം ആ വൈകിട്ട് വരെയും ഈ തിരുവചനത്തിന്റെ മുമ്പിൽ ഇരുന്നപ്പോൾ അവിടെ ഇരുന്ന് ഹൃദയം കൊണ്ട് ഞാൻ ഏങ്ങി കരയുക. എന്റെ ജീവിതത്തിൽ വന്നുപോയ കുറവുകൾ, എന്റെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകളെ ഒക്കെ അവിടെ എനിക്ക് കാണുവാൻ പറ്റി. അങ്ങനെ കർത്താവിന്റെ തിരുസന്നിധിയിൽ ഞാൻ ഏറ്റേറ്റ് പറയുവാൻ വേണ്ടി തുടങ്ങി. നമ്മൾ തിരുവചനം നമ്മൾ വായിക്കുമ്പോൾ യെശയ്യായുടെ പുസ്തകം 58-ാം അധ്യായത്തിന്റെ 6 മുതലുള്ള തിരുവചനം ഒന്ന് വായിക്കാവൂ. യെശയ്യാവ് 58-ന്റെ 6 മുതൽ. അടഞ്ഞു നടക്കുന്ന സാധുക്കളെ നിന്റെ വീട്ടിൽ ചേർത്തുകൊള്ളുന്നതും നഗ്നനെ കണ്ടാൽ അവനെ ഉടുപ്പിക്കുന്നതും നിന്റെ മാംസരക്തങ്ങളായിരിക്കുന്നവർക്ക് നിന്നെ തന്നെ മറയ്ക്കാതിരിക്കുന്നതും അല്ലയോ? അപ്പോൾ നിന്റെ വെളിച്ചം ഉഷസ് പോലെ പ്രകാശിക്കും, നിന്റെ മുറിവുകൾക്ക് വേഗത്തിൽ പൊതിഞ്ഞു വരും, നിന്റെ നീതി നിനക്ക് മുമ്പായി നടക്കും, യഹോവയുടെ മഹത്വം നിന്റെ പിൻപടയായിരിക്കും. ഇതെന്റെ ജീവിതത്തിലെ അനുഭവ ദൈവമക്കളെ ഞാൻ നിങ്ങളോട് പറയുന്നത്. കാരണം അന്യായ ബന്ധനങ്ങൾ ഉണ്ടെന്നുള്ളൊരു ബോധ്യം എനിക്ക് കിട്ടി ഈ സുവിശേഷം കേട്ടപ്പോൾ. അന്യായ ബന്ധനത്തിന്റെ പിടിയിലാണ് ഞാൻ. മുഖത്തിന്റെ അമിക്കയറുകളെ എനിക്ക് അഴിക്കണം, പീഡിതരെ സ്വതന്ത്രമായി വിടണം. ഇതൊക്കെ എന്റെ ജീവിതത്തിൽ ബന്ധിക്കപ്പെട്ട മേഖലകളായിരുന്നു. കാരണം ഞാൻ 17 വർഷങ്ങൾക്ക് മുമ്പ് ഈ കൂട്ടായ്മയിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് കൺസ്ട്രക്ഷൻ ഫീൽഡിൽ കോൺട്രാക്ടർ വർക്കുകൾ എടുത്തുകൊണ്ട് ചെയ്തിരുന്ന കാലത്ത് ഒരു 50-ൽ പരം തൊഴിലാളികൾ എൻ്റെ കീഴിലുണ്ടായിരുന്നു. ഈ തൊഴിലാളികൾ എന്റെ പണിസ്ഥലത്ത് നിന്നും മറ്റൊരു പണിസ്ഥലത്തേക്ക് പോകാതിരിക്കുവാൻ വേണ്ടി അവർ അധ്വാനിച്ച പണം അന്നത്തെ കാലത്ത് 17 വർഷങ്ങൾക്ക് മുമ്പ് ഒരാളിൽ നിന്നും 5000 രൂപ മുതൽ 2500 രൂപ വരെ എന്റെ കൈ കിടക്കും. എപ്പോഴും ആഴ്ചയിൽ അവരുടെ കൂലി കൊടുക്കുമ്പോൾ, എല്ലാ ആഴ്ചയിലും അവരുടെ കൂലി തീർത്തു കൊടുക്കുമ്പോൾ, എപ്പോഴും കൊടുക്കുമ്പോൾ ഒരു 5000 രൂപ എന്റെ കൈ കിടന്നിട്ട് ബാക്കിയെ കൊടുക്കുള്ളൂ. ഇതെന്തിനു വേണ്ടിയാ കൊടുക്കാതിരിക്കുന്നത്? നാളെ ഇവൻ എന്റെ അടുത്തുനിന്ന് വേറൊരുത്തന്റെ അടുത്തേക്ക് ജോലിക്ക് പോകരുത്. ഈ 5000 രൂപ എന്റെ അടുത്ത് കിടക്കുകയാണെങ്കിൽ മാത്രമേ
ഇവൻ നാളെയും എൻ്റെ അടുത്ത് ജോലിക്ക് വരും. അതിനു വേണ്ടി ഈ പണം ഞാൻ പിടിച്ചു വെച്ചു. 50 പേരുടെ ഇത്രയും പണം പിടിച്ചു വെച്ചാൽ എൻ്റെ കയ്യിൽ എത്രത്തോളം രൂപയായിരിക്കുന്നു? ഈ ദൈവത്തിന്റെ വചനം എൻ്റെ കാതുകളിലേക്ക് കേൾക്കുവാനിട വന്നപ്പോൾ ഞാൻ ഈ അന്യായ ബന്ധനത്തിന് പിടിക്കപ്പെട്ടവനാണ്, ആ ബന്ധനത്തിൽ കിടക്കുന്നവനാണെന്നുള്ളൊരു ബോധ്യം എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുവാനിട വന്നു. ഞാൻ ദൈവസന്നിധിയിൽ, കർത്താവിന്റെ സന്നിധിയിൽ കരയാൻ തുടങ്ങി. ഞാനൊരു പാപിയാ കർത്താവേ. ഈ പറഞ്ഞ തിരുവചന പ്രകാരം എന്റെ ജീവിതത്തിൽ ഈ പാപങ്ങളൊക്കെ ഉണ്ട്. എന്നെ അതിൽ നിന്ന് സ്വതന്ത്രമാക്കണം, എന്നെ അതിൽ നിന്ന് വിടുവിക്കണം. കർത്താവിന്റെ സന്നിധിയിൽ നിലവിളിച്ചപ്പോൾ ദൈവത്തിന്റെ കൃപ എന്റെ മേലോട്ട് കടന്നു വരാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ എന്ത് സംഭവിച്ചു എന്നാ പറഞ്ഞിരിക്കുന്നത്? 8-ാം വാക്യം വായിച്ചേ. അപ്പോൾ നിന്റെ വെളിച്ചം ഉഷസ് പോലെ പ്രകാശിക്കും. നിന്റെ മുറിവുകൾക്ക് വേഗത്തിൽ പൊറുതി വരും. എനിക്ക് അവിടുന്ന് രോഗസൗഖ്യം കിട്ടി. മെഡിക്കൽ സയൻസ് പരാജയപ്പെട്ടു പോയ മേഖലകളിൽ അവിടെ എനിക്ക് സൗഖ്യം വ്യാപരിക്കുവാനിട വന്നു. താഴ്ത്തു വച്ചേ. നിന്റെ നീതി നിനക്ക് മുമ്പായി നടക്കും. എന്റെ നീതി എനിക്ക് മുമ്പായി നടക്കും. യഹോവയുടെ മഹത്വം നിന്റെ പിൻപടിയായിരിക്കും. കണ്ടോ, ദൈവത്തിന്റെ മഹത്വം അതിന്റെ പിൻപടി. അപ്പൊ മുമ്പിലും പുറകിലും ദൈവത്തിന്റെ സാന്നിധ്യം എന്റെ മേലുണ്ടാകുമെന്ന് തിരുവചനം പറയുക. അപ്പോൾ നീ വിളിക്കും, യഹോവ ഉത്തരമരുളും. കണ്ടോ, അന്നേരം നീ വിളിച്ചാലേ ദൈവം നിന്റെ വിളി കേൾക്കുള്ളത്. ഇതിൽ നിന്ന് നീ വിടുതൽ പ്രാപിക്കാത്തിടത്തോളം കാലം നീ ഈ ഉപവാസ പ്രാർത്ഥനയിൽ വന്നിരുന്ന് ഈ തിരുവചനം കേട്ടിട്ട് നീ മസിൽ പിടിച്ചുകൊണ്ട് ഇതിൽ നിന്നും ഒരു വിടുതൽ പ്രാപിക്കുവാൻ പറ്റാതെ ദൈവസന്നിധിയിൽ കണ്ണുനീരോടെ കർത്താവേ എനിക്കിന്ന കുറവുണ്ട്, എനിക്കിന്ന വീഴ്ചയുണ്ട് എന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ ഏറ്റുപറഞ്ഞ് നിരപ്പ് പ്രാപിച്ചാൽ മാത്രമേ നിനക്കൊരു സ്വാതന്ത്ര്യത്തോടെ ഈ പറഞ്ഞ അനുഗ്രഹം പ്രാപിക്കാൻ പറ്റുകയുള്ളൂ. വായിക്കേ. അപ്പോൾ നീ വിളിക്കും, യഹോവ ഉത്തരമരുളും. നീ നിലവിളിക്കും, ഞാൻ വരുന്നുവെന്ന് അവൻ അരുളിച്ചെയ്തു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വായിച്ചോ. മുഖവും വിരൽ ചൂണ്ടുന്നതും ഭക്ഷണത്തിൽ സംസാരിക്കുന്നതും നീ നിന്റെ നടുവിൽ നിന്ന് നീക്കിക്കളയുകയും വിശപ്പുള്ളവനോട് താല്പര്യം കാണിക്കുകയും കഷ്ടത്തിലിരിക്കുന്നവനെ തൃപ്തി വരുത്തുകയും ചെയ്യുമെങ്കിൽ നിന്റെ പ്രകാശം ഇരുളിൽ ഉദിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വായിച്ചോ. നിന്റെ അന്ധകാരം മധ്യാഹ്നം പോലെയാകും. യഹോവ നിന്നെ എല്ലായ്പ്പോഴും നടത്തുകയും വരണ്ട നിലത്തിലും നിന്റെ വിശപ്പടക്കി നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തുകയും ചെയ്യും. കണ്ടോ, നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തും, നിന്റെ വിശപ്പടക്കും. പിന്നെയോ നനവുള്ള തോട്ടം പോലെയും വെള്ളം വറ്റിപ്പോകാത്ത നീരുറവ് പോലെയുമാകും. കണ്ടോ, നിനക്കൊന്നിനും ഒരു കുറവ് വരികയാണ്. നിനക്കൊന്നിനും ഒരു കുറവ് വരാത്ത വിധം ദൈവം നിന്നെ യഥാസ്ഥാനത്തൂടെ നടത്തുമെന്ന്. എന്നിട്ടോ നിന്റെ സന്തതി പുരാതന ശൂന്യങ്ങളെ പണിയും. കണ്ടോ, നിന്റെ തലമുറ ശൂന്യമായ പോയ മേഖലകൾ, ആ ശൂന്യമായ പോയ മേഖലകളെ നിന്റെ തലമുറ പണിയും. തലമുറയായി കിടക്കുന്ന അടിസ്ഥാനങ്ങളെ നീ കെട്ടിപ്പോക്കും. കണ്ടോ, എന്താ പറഞ്ഞത്? തലമുറയായി കിടക്കുന്ന അടിസ്ഥാനങ്ങളെ നീ കെട്ടിപ്പോക്കും. കണ്ടോ, തലമുറയായി തകർന്നു പോയ മേഖലകളുണ്ടല്ലോ, ആ മേഖലകളെ പണിതുയർത്തുവാൻ നിന്നെ ദൈവം ഉപയോഗിക്കുന്നു. എന്നിട്ടോ കണ്ടോ, നിന്റെ പേര് പോലും ദൈവം മാറ്റിക്കളയുന്നു. ഇങ്ങനെ ഒരു ദൈവത്തിന്റെ സന്നിധിയിലാ ദൈവമക്കളെ നമ്മൾ ഇന്ന് ഈ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ ദൈവസന്നിധിയിൽ ഇരിക്കുന്നു. അപ്പോൾ നമ്മൾ പറയും, ഞാൻ രക്ഷിക്കപ്പെട്ട വ്യക്തിയാണ്, ഞാൻ രക്ഷിക്കപ്പെട്ട വിശ്വാസ ജീവിതം നയിക്കുന്ന ദൈവത്തിന്റെ പൈതലാണെന്ന് നമ്മൾ അവകാശപ്പെടും. ഈ അവകാശപ്പെടുമ്പോൾ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കേണ്ടത് വളരെ അത്യാവശ്യം. കാരണം നമ്മൾ റോമാലേഖനം പഠിക്കുമ്പോൾ നമുക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതിന്റെ 1-ാം അധ്യായം മുതൽ 3-ാം അധ്യായം വരെ നമ്മൾ പ്രമാണമായി ശ്രദ്ധയോടെ കൂടെ പഠിക്കുകയാണെങ്കിൽ
കാണിക്കുന്നുണ്ട്. ഒന്ന് ജാതീയ മനുഷ്യരെ, രണ്ടാമത് ധർമ്മോപദേഷ്ടാക്കന്മാരെ, മൂന്നാമത് ദൈവത്തിന്റെ ജനത്തെ. ഈ മൂന്ന് വിഭാഗത്തെ അവിടെ വേർതിരിച്ച് വെച്ചുകൊണ്ട് അവിടെ പറയുകയാണ്. അതിന്റെ 1-ാം അധ്യായത്തിന്റെ 29 മുതലുള്ള തിരുവചനം ഒന്ന് വായിക്കാവൂ. അവൻ സകല അനീതിയും ദുഷ്ടതയും അത്യാഗ്രഹവും ദുർബുദ്ധിയും നിറഞ്ഞവർ, അസൂയ, കൊല, പിണക്കം, കപടം, ദുശീലം എന്നിവ തിങ്ങിയവർ, കുലടക്കാർ, ഏഷണിക്കാർ, ദൈവദ്വേഷികൾ, നിഷ്ഠൂരന്മാർ, ഗർഭിഷ്ഠന്മാർ, ആത്മപ്രശംസക്കാർ, പുതുദോഷം സങ്കല്പിക്കുന്നവർ, മാതാപിതാക്കന്മാരെ അനുസരിക്കാത്തവർ, ബുദ്ധിഹീനർ, നിയമലംഘികൾ, വാത്സല്യമില്ലാത്തവർ, കഴിവറ്റവർ, ഈ വക പ്രവർത്തിക്കുന്നവർ മരണയോഗ്യരെന്നുള്ള ദൈവന്യായം അവർ അറിഞ്ഞിട്ടും അവയെ പ്രവർത്തിക്കുക മാത്രമല്ല പ്രവർത്തിക്കുന്നവരിൽ പ്രസാദിക്കുകയും കൂടെ ചെയ്യുന്നു. കണ്ടോ, ഇത് മരണയോഗ്യമാണെന്ന് അറിഞ്ഞിട്ടും പിന്തിരിയുവാൻ തയ്യാറാകാത്തത്. അപ്പൊ നമ്മൾ പറയും അതിൽ ഞാൻ പെടുന്നില്ല, എന്ന് പറയും. അപ്പൊ അങ്ങനെ 3-ാം അധ്യായത്തിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ അതിന്റെ 9 മുതലുള്ള തിരുവചനം ഒന്ന് വായിച്ചു. ആകയാൽ എന്ത്? നമുക്ക് വിശേഷതയുണ്ടോ? അശേഷമില്ല. യഹൂദനും യവനന്മാരും ഒരുപോലെ പാപത്തിന് കീഴിൽ. കണ്ടോ, മുമ്പേ തെളിയിച്ചുവല്ലോ. ഇപ്പൊ നമ്മൾ വായിച്ചില്ല 1-ാം അധ്യായത്തില് മുമ്പേ തെളിയിച്ചു. ഈ പാപം ഏതെങ്കിലും ഇന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിച്ചു നോക്കണം. 1-ാം അധ്യായത്തിലേക്ക് വീണ്ടും ഒന്ന് വന്നേ. അതിന് 29 എന്നോട് വായിച്ചു. അവർ സകല അനീതിയും ദുഷ്ടതയും അത്യാഗ്രഹവും ദുർബുദ്ധിയും നിറഞ്ഞവർ, അസൂയ നമ്മുടെ ജീവിതത്തിലുണ്ടോ? അസൂയ ആരെങ്കിലും ഒരു ഉയർച്ച കാണുന്നുണ്ടെങ്കിൽ, ആരെങ്കിലും നമ്മളെക്കാളും നല്ലൊരു വസ്ത്രം ഇടുന്നുണ്ടെങ്കിൽ, ആർക്കെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങളെക്കാൾ ഒരു ഉയർച്ച വരുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അത് കാണുമ്പോൾ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു വിഷമം നമ്മുടെ ജീവിതത്തിലുണ്ടോ? പരിശോധിച്ചു നോക്കണം. അടുത്തത് കൊല. നമ്മളാരും കൊല്ലുന്നൊന്നുമില്ല. പക്ഷേ കർത്താവിന്റെ വചനം പറയുന്നു, സഹോദരനെ മൂടാ എന്ന് പറഞ്ഞാൽ നീ കൊലപാതകം ചെയ്തതാണ്. നമ്മൾക്ക് അങ്ങനെ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു മേഖല ഉണ്ടോ? പരിശോധിച്ച് നോക്കണം. പിണക്കം അല്ലേ? നമ്മൾ പറയാൻ ആരോടും പിണക്കമില്ലെന്ന്. പക്ഷേ അല്ല, പിണക്കമുള്ള ഒരു വിശ്വാസിയെ നമ്മൾ കാണുമ്പോൾ ഓടിച്ചെന്നിട്ട് എന്ത് പറയും? ഓടിച്ചെന്നത് പ്രൈസലോ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് പച്ച ചിരിയെല്ലാം ചിരിച്ച അല്ലേ? ഉള്ളിൽ എന്ത് ചെയ്യും? അടുത്തത് വായിക്കേ. കപടം. ഈ സ്വഭാവം നമ്മൾ കാണിക്കുന്നു അല്ലേ? നമ്മൾ അത്തിയില കൊണ്ട് നമ്മൾ മറയ്ക്കും. അത്തിയില കൊണ്ട് നമ്മൾ മറച്ചുകൊണ്ട് നമ്മുടെ നഗ്നതയെ നമ്മൾ മറയ്ക്കാൻ ശ്രമിക്കും. പക്ഷെ ദൈവത്തിന്റെ സന്നിധിയിൽ ഇതൊന്നും വില പോകില്ല. പിന്നെയോ ദുശീലം, ഏഷണി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിച്ച് നോക്കണം. പിന്നെയോ ദൈവദോഷികൾ, നിഷ്ഠൂരന്മാർ, മാതാപിതാക്കന്മാരെ അനുസരിക്കാത്തവർ, ബുദ്ധിഹീനർ, നിയമലംഘികൾ, വാത്സല്യമില്ലാത്തവർ, കഴിവറ്റവർ, ഈ വക പ്രവർത്തിക്കുന്നവർ മരണയോഗ്യരെന്നുള്ള. ഇത് മരണയോഗ്യമാണെന്നാ പറഞ്ഞിരിക്കുന്നത്. കണ്ടോ, ഈ 10 കൽപ്പനകളിൽ ഇത് പലതും പറഞ്ഞിട്ടില്ലാത്തതാ. ഇത് മരണയോഗ്യമാണെന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ജീവിതത്തെ നമ്മളൊന്ന് പരിശോധിക്കുവാൻ വേണ്ടി ദൈവസന്നിധിയിൽ ഇന്ന് കടന്നുകൊണ്ടിരിക്കുക. ഈ ദൈവസന്നിധിയിൽ നമ്മുടെ കുറവുകളെ കണ്ടെത്തുവാൻ ദൈവം ഒരുക്കി തന്നിരിക്കുന്ന ഈ വിലയേറിയ സമയം നമ്മൾ വെറുതെ നഷ്ടപ്പെടുത്തി കളയുവാൻ ഇടവരുത്. കാരണം 3-ാം അധ്യായത്തിലേക്ക് കടന്നു വന്നേ. 3-ാം അധ്യായത്തിന്റെ 9
നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, ഗ്രഹിക്കുന്നവനില്ല, ദൈവത്തെ അന്വേഷിക്കുന്നവനുമില്ല. നന്മ ചെയ്യുന്നവനില്ല, ഒരുത്തൻ പോലുമില്ല. അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴി, നാവുകൊണ്ട് അവർ ചതിക്കുന്ന സർപ്പവിഷം. അവരുടെ അധരങ്ങൾക്ക് കീഴെയുണ്ട്, അവരുടെ വായിൽ ശാപവും കയ്പും നിറഞ്ഞിരിക്കുന്നു. അവരുടെ കാൽ രക്തം ചൊരിയുവാൻ ബന്ധപ്പെടുന്നു, നാശവും അരിഷ്ടതയും അവരുടെ വഴികളിലുണ്ട്. കണ്ടോ, അവിടെ പറയാണ് അവര് ഈ രക്തം ചൊരിയുവാൻ ബന്ധപ്പെടുന്നു. അവർ എന്നിട്ട് പറയാ നാശവും അരിഷ്ടതയും അവരുടെ വഴികളിലുണ്ടെന്ന്. എന്നിട്ടോ സമാധാന മാർഗം അവർ അറിഞ്ഞിട്ടില്ല. കാരണം അവർക്കൊരിക്കലും ഒരു സമാധാനം കണ്ടെത്താൻ പറ്റുന്നില്ല. ദൈവമക്കളെ, ഇന്ന് നമുക്കൊരു സ്വസ്ഥതയില്ലാതൊരു ജീവിതം നമുക്കുണ്ടോ? ഒരു സമാധാനമില്ലാത്ത ഒരു ജീവിതം, എവിടെ ചെന്നാലും ഒരു അരിഷ്ടതാവസ്ഥ, എപ്പോഴും ഒരു പ്രയാസം, ഒന്നിനും ഒരു തൃപ്തി വരാത്ത അവസ്ഥ, എവിടെയും ഞെരുക്കവും എല്ലാം ഒരു എന്താ പറയണ്ടേ, അങ്ങനത്തെ ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിലുണ്ടോ? ഉണ്ടെങ്കിൽ നിന്റെ ജീവിതത്തിൽ അന്യായ ബന്ധനങ്ങളെ നീ അഴിക്കണം. കാരണം നമ്മൾ ഇപ്പൊ വായിച്ചല്ലോ, തിരുവചനം നമ്മൾ വായിച്ചല്ലോ, യെശയ്യാവിന്റെ പുസ്തകം 58 നമ്മൾ വായിച്ചു. ഈ അന്യായ ബന്ധനങ്ങളെ നമ്മൾ അഴിക്കണം. ആ മുഖത്തിന്റെ അമിക്കയറുകളെ നമ്മൾ അഴിക്കണം. ഇതിനുവേണ്ടി ദൈവസന്നിധിയിൽ ഇന്ന് നമ്മൾ കടന്നു വന്നിരിക്കുക. ആ കർത്താവിന്റെ വചനം നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് കടന്നു വന്നുകൊണ്ട് ആ ദൈവവചനം നമ്മൾ ധ്യാനിക്കുവാൻ, ആ ദൈവവചനത്തിൽ നമ്മൾ മുറുകെ പിടിച്ചുകൊണ്ട് എന്റെ ജീവിതത്തെ ഒന്ന് പരിശോധിക്കുവാൻ നമ്മൾ തയ്യാറാണെങ്കിൽ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലെ ഈ അരിഷ്ടതാവസ്ഥ, ഈ സന്തോഷമില്ലാത്ത അവസ്ഥ, ഈ സമാധാനമില്ലാത്ത അവസ്ഥയ്ക്കൊക്കെ വിടുതലാണ്. കാരണം ഈ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ നമ്മളൊന്ന് താഴ്ത്തി കൊടുക്കുവാൻ തയ്യാറാണ്. എനിക്ക് കുറവുണ്ട് കർത്താവേ, ഇന്ന് എന്നെ കർത്താവായി ഇവിടെ കൊണ്ടുവന്നത്, എന്നെ ദൈവം ഇന്നിവിടെ കൊണ്ടുവന്നിരുത്തിയെങ്കിൽ എന്റെ ജീവിതത്തെ പണിയുവാൻ, എന്റെ ജീവിതത്തിലെ കുറവുകളെ കാണിച്ചു തരുവാനാ ഇന്ന് ഈ ഉപവാസ പ്രാർത്ഥനയിലേക്ക് കടന്നു വരുവാൻ ദൈവം എന്നെ അനുഗ്രഹിക്കണം എന്നുള്ള ഒരു വലിയൊരു ബോധ്യത്തോടു കൂടി വേണം നമ്മൾ ദൈവസന്നിധിയിൽ ഇരിക്കാൻ. കർത്താവിന്റെ സന്നിധിയിലേക്ക് നമ്മുടെ കണ്ണുകളെ ഒന്ന് അടയ്ക്കാം, നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കാം. യേശുവേ, അവിടുത്തെ കരങ്ങളിലേക്ക് ഈ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കൃപയും മക്കളുടെ മേൽ പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ സാന്നിധ്യം കൊണ്ട് നിറയണമേ കർത്താവേ. ഈ തിരുവചനം ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലുദിയായുടെ ഹൃദയം തുറന്നതുപോലെ ഞങ്ങളെ ഒന്ന് ആത്മപരിശോധന ചെയ്ത് ഞങ്ങളുടെ ജീവിതത്തിൽ എവിടെയാണ് വീഴ്ചകളുള്ളത്, എവിടെയാണ് താഴ്ചകളുള്ളതെന്ന് കണ്ടെത്തുവാൻ ആ വചനത്തിലൂടെ എന്റെ കർത്താവ് എന്നോടാണ് സംസാരിക്കുന്നതെന്നുള്ള ബോധ്യത്തിൽ അവിടുത്തെ തിരുക്കരങ്ങളിലേക്ക് താഴ്മയോടെ എന്നെ ഏൽപ്പിക്കുന്നു. കർത്താവേ, അവിടുന്ന് ഈ മക്കളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ നിറവ് ഈ മക്കളുടെ മേൽ വ്യാപരിക്കണം. അവരെ നിറയ്ക്കണം കർത്താവേ, അവരെ നിറയ്ക്കണം കർത്താവേ. അവരുടെ മേലുള്ള കൃപ വ്യാപരിക്കണം കർത്താവേ. അവർ ഇന്നു മുതൽ ദൈവത്തിന്റെ മക്കളെന്ന പദവിയിൽ ആ ദൈവത്തിന്റെ ശുശ്രൂഷ ചെയ്യുവാൻ തക്ക വിധത്തിൽ ഞങ്ങളെ വിളിച്ചെങ്കിൽ രാജകീയ പുരോഹിത വർഗമായി ദൈവത്തിന്റെ സ്വന്തം ജനമായി കർത്താവേ, നിന്റെ നാമത്തിൽ അന്ധകാരത്തിൽ കിടക്കുന്നവരെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിക്കുവാൻ തക്ക വിധത്തിൽ ദൈവത്തിന്റെ അഭിഷേകം ഈ മക്കളുടെ മേൽ പകരുവാൻ തടസ്സമായി നിൽക്കുന്ന മേഖലകളെ യേശുവിന്റെ നാമത്തിൽ തന്നെ ഇപ്പോൾ പുറത്തു പോകുവാൻ തക്ക വിധത്തിൽ ദൈവത്തിന്റെ വചനം ഈ മക്കളുടെ ഹൃദയങ്ങളിലേക്ക് ആഴപ്പെട്ടുകൊണ്ട് അവരെ ആത്മശോധന ചെയ്തുകൊണ്ട് അതിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഹല്ലേലൂയ. കരമുയർത്തി ഒന്ന് സ്തുതിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദിയപ്പ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധനായ ദൈവമേ, അവിടുത്തെ കൃപ കൊണ്ട് പൊതിയണമെന്ന്
വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഒരു ഉപവാസം എടുത്തിട്ടില്ല. ഈ വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു വന്ന ആ സൗഖ്യം പ്രാപിക്കുവാൻ വേണ്ടി ആ 17 വർഷങ്ങൾക്ക് മുമ്പ് ഈ ആത്മാഭിഷേകം ചർച്ചിൽ കടന്നു വന്നപ്പോൾ ആ ദൈവദാസന്മാരുടെ പ്രസംഗം തിരുവചനത്തിലൂടെ ആ തിരുവചനം എന്റെ ഹൃദയത്തെ മാറ്റുവാൻ തക്ക വിധത്തിൽ ആ 10 ദിവസം ഈ തിരുവചനത്തിന്റെ മുമ്പിൽ ഇരിക്കുവാൻ കർത്താവ് എനിക്ക് അവസരം തന്നു. ആ ദിവസങ്ങളിൽ ഉപവാസത്തോടു കൂടി കർത്താവിന്റെ സന്നിധിയിൽ ഇരിക്കുവാൻ കർത്താവ് എനിക്ക് ഇടവരുത്തി. ഞാൻ ഉപവസിക്കണമെന്ന് വിചാരിച്ചൊന്നുമല്ല ഇവിടെ വന്നത്. ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നത്. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം പിന്നെ എനിക്കൊരു വിശപ്പുണ്ടായില്ല, ഒരു ദാഹമുണ്ടായില്ല. ഞാൻ ഇരുന്ന ആ കസേരയിൽ അന്നത്തെ ദിവസത്തെ ശുശ്രൂഷ കഴിയുന്നത് വരെയും അവിടെ നിന്ന് പ്രാർത്ഥനയോടുകൂടി ഇരിക്കുവാൻ ദൈവം എന്നെ അനുഗ്രഹിച്ചു. കേൾക്കുന്ന വചനങ്ങളെ ഹൃദയത്തിൽ ധ്യാനിക്കുവാൻ ദൈവവചനമൊന്നും അറിയില്ല. ആദ്യമായിട്ടാണ് ഇതുപോലെ ദൈവത്തിന്റെ വചനം കേൾക്കുന്നത്. ആ വചനം ഒഴുകി ഒഴുകി വരുമ്പോൾ അതിന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരിക. ആ വചനവും എന്റെ ജീവിതവും തമ്മിൽ ഒന്ന് പൊരുത്തപ്പെട്ടു നോക്കുമ്പോൾ ആ വചനത്തിന് ഒരു വിധത്തിലും എന്റെ ജീവിതവുമായി പൊരുത്തപ്പെട്ടു പോകാൻ പറ്റുന്നില്ല. അത്രത്തോളം വ്യത്യസ്തമായ ജീവിതം. ദൈവത്തിന്റെ സന്നിധിയിൽ ഞാൻ എന്നെ പൂർണ്ണമായി സമർപ്പിച്ചു കൊടുത്തു. ഞാൻ അങ്ങനെയല്ല കർത്താവേ, നീ പറയുന്ന ദൈവമേ, നിന്റെ വചനം പോലെ അല്ല എന്റെ ജീവിതം. ഈ വചനവുമായി എന്റെ ജീവിതത്തിന് ഒരു ബന്ധവുമില്ല. എന്നെ ഈ വചനപ്രകാരം ജീവിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണം, എന്നെ അനുവദിക്കണം. അതിന് എന്നെ അവിടുത്തെ രക്തത്താൽ കഴുകണമേ എന്നുള്ള ആ ഹൃദയത്തിന്റെ നൊമ്പരത്തോടുകൂടി കർത്താവിന്റെ കരങ്ങളിലേക്ക് എന്നെ ഞാൻ സമർപ്പിച്ചു. ഹൃദയപൂർവ്വം സമർപ്പിച്ചു. ആ പ്രാർത്ഥന, എന്റെ പ്രാർത്ഥന എന്റെ കർത്താവൊക്കെ കേട്ടു. ആ പ്രാർത്ഥനയ്ക്ക് ഫലമായി എന്നെ കർത്താവ് രോഗത്തിൽ നിന്ന് സൗഖ്യം മാത്രമല്ല തന്നത്, ആ സമാധാനം മാത്രമല്ല എനിക്ക് കിട്ടിയത്. എന്റെ ജീവിതത്തെ ആ മൊത്തത്തിൽ മാറുവാൻ ദൈവം ഇവിടെ വരുത്തി. കാരണം നമ്മൾ വായിച്ചു, ദൈവത്തിന്റെ നീതി എനിക്ക് മുമ്പിൽ, ദൈവത്തിന്റെ മഹത്വം എന്റെ പുറകിൽ. ഞാൻ വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു വന്ന് ആ 10ാമത്തെ ദിവസം ഈ സ്നാനക്കുളത്തിൽ വിശ്വാസ സ്നാനം സ്വീകരിച്ചു. ഈ വിശ്വാസ സ്നാനം സ്വീകരിച്ച് ഞാൻ എന്റെ വീട്ടിൽ ചെന്നപ്പോൾ എന്റെ ഭാര്യ അറിഞ്ഞിട്ടില്ല ഞാൻ വിശ്വാസ സ്നാനം സ്വീകരിച്ചത്. അവർക്ക് അറിയത്തില്ല, രഹസ്യമായിട്ടാണ് ചെയ്തത്. എന്റെ വീട്ടിലോ എന്റെ ബന്ധുക്കൾക്കോ ആർക്കും അറിയിച്ചില്ലായിരുന്നു. എന്നാൽ 1 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു കൺവെൻഷൻ ഇവിടെ വെച്ചപ്പോൾ അന്ന് എന്റെ ബന്ധുക്കൾ എന്ന് പറഞ്ഞാൽ എന്റെ ഭാര്യയുടെ ചേച്ചിയുടെ കുടുംബം, അവർ വിശ്വാസ ജീവിതത്തിൽ, അവര് മുള്ളേരിയയിലാണ്. അവർ കുറെ വിശ്വാസികളെയും അവിശ്വാസികളെയും ഒക്കെ ആയിട്ട് ഈ തിരുവചനം കേൾക്കാൻ വേണ്ടിയിട്ട് ഈ ആലയത്തിലേക്ക് കടന്നു. അന്ന് അവർക്ക് കിടക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട്, ഇവിടെ ഹോളിലൊന്നും കിടക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് അവരെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ എന്റെ കൂടെ വന്ന ആ വിശ്വാസികൾ മുഴുവൻ എന്റെ ഭാര്യയോടും മക്കളോടും സുവിശേഷം പറയാൻ തുടങ്ങി.
സുവിശേഷം പറയുവാൻ തുടങ്ങി. അതിനു മുമ്പൊരിക്കൽ ഞാൻ വിശ്വാസസ്നാനം സ്വീകരിച്ചു എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ വീട്ടിൽ ഭയങ്കര പ്രശ്നമുണ്ടാക്കി. അല്ല, സ്ത്രീകൾ പ്രശ്നം ഉണ്ടാക്കിയാൽ എങ്ങനെയാ നമുക്കറിയാം അല്ലേ? നിങ്ങൾക്ക് പറഞ്ഞാൽ നിങ്ങൾക്കറിയായിരിക്കും, പുരുഷന്മാർക്കും അറിയായിരിക്കും. സ്ത്രീകൾക്ക് ഭർത്താവിനോട് എന്തെങ്കിലും അനിഷ്ടമുണ്ടെങ്കിൽ, കുഞ്ഞുങ്ങളോട് എന്തെങ്കിലും അനിഷ്ടമുണ്ടെങ്കിൽ അത് പ്രകടമാക്കുന്നത് എങ്ങനെയാ? ഈ പാത്രം ഇങ്ങനെ വെക്കേണ്ട പാത്രം ഇങ്ങനെ കൊണ്ടുപോകും അല്ലേ? ഇങ്ങനെ എടുക്കേണ്ട പാത്രം ഇങ്ങനെ കൊണ്ടെടുക്കും. അപ്പൊ ഇതിന് ഒച്ചയ്ക്കൊക്കെ മാറ്റം വരും അല്ലേ? ഇങ്ങനെ ഇത് പ്രകടമാകാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ രാത്രിയിൽ ഞങ്ങളിങ്ങനെ ഒന്നിച്ച് കിടക്കുമ്പോൾ ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, എനിക്ക് കിട്ടിയ ഈ കർത്താവിനെ, എന്റെ ഈ രോഗത്തെ, മെഡിക്കൽ സയൻസ് പരാജയപ്പെട്ടു പോയ സ്ഥലത്ത് ഈ രോഗത്തെ എന്റെ കർത്താവ് ഒരു നിമിഷം കൊണ്ട് സൗഖ്യമാക്കിയത് ഞാൻ എന്റെ കർത്താവിന് വേണ്ടി എന്നെ ഞാൻ പൂർണ്ണമായി സമർപ്പിച്ചതുകൊണ്ട്. എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന എല്ലാ അമിക്കയറുകളെയും ഞാൻ അഴിച്ചു. ഞാൻ അഴിക്കേണ്ടത് മുഴുവൻ ഞാൻ അഴിച്ചു. ഞാൻ കെട്ടിയത് മുഴുവൻ ഞാൻ അഴിച്ചു. കർത്താവിന്റെ സന്നിധി ഏൽപ്പിച്ചു കൊടുത്തു. ഈ ജീവിതം ഇനിയും എന്റെ ഭാര്യയ്ക്ക് വേണ്ടിയോ എന്റെ മക്കൾക്ക് വേണ്ടിയോ അല്ല. മരണത്തിന് ഏൽപ്പിക്കപ്പെട്ടു പോയ, മരണത്തിന് വീണു പോകേണ്ടി വന്ന ദുഷ്ട പിശാചിനെതിരെ പൊരുതുവാൻ ഇനിയും എന്റെ ജീവിതം എന്റെ ക്രിസ്തുവിനോട് കൂടെ ഞാൻ സമർപ്പിക്കുക. അതുകൊണ്ട് ഇതിനെതിരെ ഇനിയും ഒരു വാക്ക് സംസാരിക്കും. എന്നെ പിന്തിരിപ്പിക്കുവാൻ വേണ്ടി ഏത് വിധത്തിലുള്ള കോപവും ഏത് വിധത്തിലുള്ള അഭ്യാസ പ്രകടനവും ഇനി എന്റെ മുമ്പിൽ കാണിച്ചതുകൊണ്ട് കാര്യമില്ല. ഞാൻ എന്നെ ക്രിസ്തുവിന് സമർപ്പിച്ചത്. അതുകൊണ്ട് ഈ സ്വത്ത് മുഴുവനും ഈ വീടും നിങ്ങൾക്കും മക്കൾക്കും തന്നെ ഞാൻ സ്വതന്ത്രമായിട്ട് എന്റെ കർത്താവിന് വേണ്ടി കൊടുക്കുവാൻ. അതോടുകൂടി പിശാച് അവിടെ ലജ്ജിച്ചു. പിശാച് നാണം കെട്ടുപോയി. കാരണം ഞാൻ അവളോട് എതിർക്കുമെന്നാണ് വിചാരിച്ച ദുഷ്ടൻ. ഞാൻ അവളോട് വഴക്കുണ്ടാക്കുമെന്നാണ് ദുഷ്ടൻ വിചാരിച്ചത്. പക്ഷേ ഞാനിത് സ്നേഹത്തിൽ അവളോട് ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവളിൽ മേലുണ്ടായിരുന്ന ദുഷ്ട പിശാച് ലജ്ജിച്ചു പോകേണ്ടി. അതിനുശേഷമാണ് ഞാൻ പറഞ്ഞത്, ഈ രണ്ടാമത്തെ മീറ്റിങ്ങിന് എന്റെ വീട്ടിൽ കടന്നു വന്ന ആ വിശ്വാസ സമൂഹം സുവിശേഷം പറയാനിടവന്ന് ആ മീറ്റിങ്ങില് എന്റെ ഭാര്യയും കടന്നു വരാനിടവന്നു. ആ സുവിശേഷം ഇവിടെ നിന്ന് കേട്ടുകൊണ്ട് 2-3 പ്രാവശ്യം ആ മീറ്റിങ്ങിൽ കൂടുവാൻ ഇടവന്നതിന് ശേഷം പിന്നീട് ഒരു ദിവസം എനിക്ക് സ്നാനപ്പെടണമെന്ന് എന്നോട് ഇങ്ങോട്ട് പറഞ്ഞ് വരേണ്ടി വന്നു. എന്റെ ഭാര്യ എന്നോട് പറഞ്ഞ് എനിക്ക് സ്നാനപ്പെടണം. എന്നോട് വഴക്കടിച്ച, എന്നോട് മത്സരിച്ച ആ ഭാര്യയ്ക്ക് മാനസാന്തരത്തിന് കാരണമായി. ഞാൻ അവളോടൊരു സുവിശേഷവും പറഞ്ഞിട്ടില്ല. പക്ഷേ എന്റെ ജീവിതം ഇന്നലെ വരെയും ഉണ്ടായിരുന്ന ആ അമിക്കയറുകൾ എന്റെ മേൽ, ആ ബന്ധനങ്ങൾ എന്റെ മേൽ ഉണ്ടായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ആ സ്വഭാവം മുഴുവൻ മാറി. എന്റെ സ്വഭാവം മുഴുവൻ മാറിക്കഴിഞ്ഞപ്പോൾ എന്റെ മക്കളും എന്റെ ഭാര്യയും എന്റെ ജീവിതത്തെ പഠിക്കുകയായിരുന്നു. ആ 2-3 മാസം കൊണ്ട് എന്റെ ജീവിതത്തെ അവർ കണ്ടപ്പോൾ ആ മനുഷ്യനല്ല ഇപ്പോൾ ഈ മനുഷ്യനെന്ന് അവർക്ക് ബോധ്യം വന്നപ്പോൾ അവർ സ്വയം തീരുമാനമെടുത്തു, ഇതാണ് സത്യം, ഈ സുവിശേഷമാണ് ശരി എന്നുള്ള ബോധ്യം വന്നപ്പോൾ ആചാരങ്ങളെ അനുഷ്ഠാനങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട് ഈ തിരുവചനത്തിലേക്ക് കടന്നു വരുവാൻ ഇടവന്നു. പ്രൈസ് ദി ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഈ മാറ്റം വരണം. ഇവിടെ നിന്ന് പ്രസംഗിക്കുന്ന ദൈവദാസന്മാർ പ്രസംഗിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ എന്തോ മുഴുവൻ തികഞ്ഞിട്ട് നിങ്ങളെ മാനസാന്തരപ്പെടുത്താൻ വേണ്ടി
ഒരിക്കലുമല്ല. ഇത് നിങ്ങളോടല്ല പറയുന്നു, ഇത് ഞാൻ എന്നോട് പറയുക, നിങ്ങൾക്കൂടെ കേൾക്കുകയാണെന്ന് മാത്രം. ഇങ്ങനെ നമ്മൾ ഓരോ ഉപവാസ പ്രാർത്ഥനയിലും ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ നിരപ്പ് പ്രാപിക്കുവാൻ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ അവസരങ്ങളെ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ദൈവത്തിന്റെ വലിയ കൃപ നമ്മുടെ മേൽ പകരുവാനിടവരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ഉപവാസ പ്രാർത്ഥന നമുക്കൊരു അനുഗ്രഹമായി തീരും, നമ്മുടെ കുടുംബത്തിന് അനുഗ്രഹമായി തീരും, നമ്മുടെ രാജ്യത്തിന് തന്നെ ഒരു അനുഗ്രഹമായി തീരും, നമ്മുടെ ദേശത്തിന് തന്നെ ഒരു വിടുതലിന് കാരണമായി തീരും. കാരണം കർത്താവിനെ വിളിച്ചാൽ കർത്താവിന്റെ സന്നിധിയിൽ പൂർണ്ണ മനസ്സോടുകൂടി നമ്മുടെ ഹൃദയത്തെ ഒന്ന് തുറന്നു വെച്ചേ. കാരണം എബ്രായ 4:12 പറയുന്നു, ഏതു വാളിനേക്കാളും മൂർച്ചയുള്ള ദൈവത്തിന്റെ വചനം. ഒന്ന് വായിക്കുക. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സത്യവചകളെയും വേർപിടിപ്പിക്കും വരെ തുളച്ചു ചേരുന്നതും ഹൃദയത്തിലെ ചിന്തകളെയും പാപങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. കണ്ടോ, ആ വചനം നമ്മുടെ ഹൃദയങ്ങളെ, നമ്മുടെ നിലവുകളെ, കണ്ടോ, നമ്മുടെ വിചാരങ്ങളെ പോലും വിവേചിക്കുന്നതാണ്. അതുമാത്രമല്ല, നമ്മുടെ ശരീരത്തെ, അസ്ഥിയെ, മജ്ജയെ, ഹൃദയത്തെ, എന്തിന്, നമ്മുടെ ഈ ശരീരത്തിലുള്ള സകല കോശങ്ങളെ പോലും പരിശോധിക്കുന്ന ഒരു ദൈവത്തിന്റെ വചനമാണ് നമ്മൾ ഇവിടെ നിന്ന് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വചനത്തിലേക്ക് നമ്മളെ ഒന്ന് പൂർണ്ണമായി നമ്മളൊന്ന് സമർപ്പിച്ചു കൊടുത്തേ. രോഗികളായ ഇന്ന് രോഗത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കും. യേശുവിന്റെ നാമത്തിലാണ് പറയുന്നത്. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കൽപ്പിക്കുകയാണ്. ഹൃദയപൂർവ്വം, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ ഈ ദൈവത്തിന്റെ വചനം ശ്രവിക്കുവാൻ കാത് കൂർപ്പിച്ചിരുന്ന എന്റെ ജീവിതത്തെ ഒന്ന് പണിയണമേ, എന്റെ ജീവിതത്തിൽ വന്നിരിക്കുന്ന കുറവുകളെ ഒന്ന് വെളിപ്പെടുത്തി തന്നുകൊണ്ട് ആ വെളിപ്പാടിനനുസരിച്ച് എന്റെ ജീവിതത്തെ ഒന്ന് മാറ്റുവാൻ ഞാനിതാ കർത്താവേ നിന്റെ കരങ്ങളിലേക്ക് എന്നെ സമർപ്പിക്കുന്നു എന്ന ഹൃദയ പരിവർത്തനയോടെ അവിടെ ഏൽപ്പിച്ചു കൊടുക്കുന്നവന് ഇന്നിവിടെ വിടുതലാണ്. ഇന്ന് അവന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം തിരുവചനമാണ് നമ്മൾ വായിച്ചത്. യെശയ്യാവിന്റെ പുസ്തകം നമ്മൾ വീണ്ടും അതൊന്നാമത് ചിന്തിക്കുക. 58-ാം അധ്യായത്തിന്റെ 9 മുതൽ ഒന്നും കൂടെ വായിച്ചു. അപ്പോൾ നീ വിളിക്കും, യഹോവ ഉത്തരമരുളും. നീ നിലവിളിക്കും, ഞാൻ വരുന്നുവെന്ന് അവൻ അരുളിച്ചെയ്യും. മുഖവും വിരൽ ചൂണ്ടുന്നതും വഷളത്വം സംസാരിക്കുന്നതും നീ നിന്റെ നടുവിൽ നിന്ന് നീക്കിക്കളയും. ഇത് നീ അവിടുന്ന് നീക്കിക്കളഞ്ഞാൽ നീ വിളിച്ചാൽ വിളികേക്കും. നീ വിളിച്ചാൽ വിളികേക്കും. യഹോവ നിനക്ക് ഉത്തരം തരും നിന്റെ ആവശ്യത്തിന്റെ മേൽ. നീ എന്നിലും എന്റെ വചനം നിന്നിലുണ്ടെങ്കിൽ നീ ഇച്ഛിക്കുന്നത് ചോദിക്കാനാണ്. അതാ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നിന്റെ വായിൽ നിന്ന് വഷളത്വവും ആവശ്യമില്ലാത്തതെല്ലാം ഉപേക്ഷിക്കുവാൻ ഇന്നൊരു തീരുമാനമെടുത്താറുണ്ടല്ലോ. എന്നാൽ നീ അനുഗ്രഹിക്കപ്പെടുമെന്ന് തിരുവചനം പറയാം. 10-ാം വാക്യം പറഞ്ഞിരിക്കുന്നത്, വിശപ്പുള്ളവനോട് നീ താല്പര്യം കാണിക്കുകയും കഷ്ടത്തിലിരിക്കുന്നവനെ തൃപ്തി വരുത്തുകയും ചെയ്യുമെങ്കിൽ നിന്റെ പ്രകാശം ഇരുളിൽ ഉദിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമേ, നിങ്ങൾക്കറിയാവോ, ഈ വിശ്വാസ ജീവിതത്തിൽ വരുന്നതിന് മുമ്പ് കൺസ്ട്രക്ഷൻ ഫീൽഡിൽ നിൽക്കുമ്പോൾ ഈ തിരുവചനമൊന്നും എനിക്കറിയത്തില്ല. ഈ തിരുവചനമൊന്നും അറിയാത്തിരുന്ന കാലത്ത് പോലും ഞാൻ എന്റെ വീട്ടിൽ കൊണ്ടുവന്ന് രോഗികളെയും മദ്യപാനികളെയും എന്റെ വീട്ടിൽ കൊണ്ടു നിർത്തും. അവരെ മദ്യത്തിൽ നിന്നും ആ മദ്യപാന ദുശീലത്തിൽ നിന്നും വിടുവിക്കുവാൻ വേണ്ടി ഞാൻ എന്റെ വീട്ടിൽ കൊണ്ടുവന്ന് എന്റെ വീട്ടിൽ എന്റെ മുറിക്കകത്ത് കിടത്തി 1 വർഷം വരെയൊക്കെ കിടത്തിയാറുണ്ട് എന്റെ ജീവിതത്തിൽ. ഈ തിരുവചനമൊന്നും എനിക്കറിയത്തില്ല. അങ്ങനെ മദ്യപാനത്തിൽ നിന്നും അവരെ വിടുതൽ പ്രാപിക്കുകയും അതുപോലെ രോഗിയായിരുന്നവരെ എന്റെ വീട്ടിൽ കൊണ്ടുവന്ന് കിടത്തി
രോഗം മൂർച്ഛിച്ചു വന്നു. മഞ്ഞപ്പിത്തമാണെന്നാണ് പറഞ്ഞത്. അങ്ങനെ വൈദ്യരുടെ അടുത്ത് കൊണ്ടുപോയി നാട്ടു ചികിത്സ, മഞ്ഞപ്പിത്തത്തിനുള്ള ചികിത്സ ചെയ്തു. ഒരു കുറവുമില്ല, കൂടിക്കൂടി വരുന്നു. അന്നേരം കുണ്ടന്തളം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു വനിതാ ഡോക്ടർ, അതിന്റെ പേര് ഞാൻ വന്നു, ആ ഹോസ്പിറ്റലിൽ ഈ രോഗിയെ കൊണ്ട് അവിടെ ചെന്നു. അവിടെ കൊണ്ടുവന്ന് അവരിട്ട് ചെക്ക് ചെയ്തപ്പോൾ അവർ പറഞ്ഞു അതിഭയങ്കരമായ മാരക രോഗമാണ്. കാരണം കരളൊക്കെ തീർന്നു, ഏത് നിമിഷവും മരിക്കാം. മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കിതൊരു ബാധ്യതയാവും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവരുടെ കുടുംബക്കാരെ കണ്ടെത്തി ആ കുടുംബക്കാരെ ഏൽപ്പിക്കണമെന്ന്. ഇദ്ദേഹത്തോട് വിവരമൊന്നും പറഞ്ഞില്ല. ഇദ്ദേഹത്തെ ഞാൻ പിന്നെ എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് ഇദ്ദേഹത്തോട് വിശേഷങ്ങളൊക്കെ ചോദിച്ച് ഇദ്ദേഹത്തിന്റെ കുടുംബക്കാരെ കണ്ടെത്തി ആ കുടുംബക്കാരെ കൂട്ടിക്കൊണ്ട് വന്ന് ആ കുടുംബക്കാരുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്ത് ഒരു മാസം കഴിഞ്ഞതിന് മുമ്പ് ആൾ മരിച്ചു പോകാനാണ്. എന്നിട്ട് അവരുടെ വിശ്വാസപ്രകാരം ഈ വാഴക്കുട്ടം പള്ളിയിൽ കൊണ്ട് ശവസംസ്കാരം നടത്തി. ഈ വചനമൊന്നും എനിക്കറിയില്ല. ദൈവത്തിന്റെ സന്നിധിയിൽ ഹൃദയങ്ങളെ ശോധന ചെയ്യുന്ന ഒരു ദൈവമുണ്ട് മക്കളെ. നീ ചെയ്യുന്ന നന്മകൾക്കൊക്കെ പ്രതിഫലമുണ്ട്. പക്ഷെ പ്രതിഫലം പ്രാപിക്കണമെങ്കിൽ ദൈവത്തിന്റെ വചനം നീ കേൾക്കണം, അല്ലേ? നമ്മുടെ അപ്പോസ്തല പ്രവൃത്തി നമ്മൾ 10-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്കവിടെ കാണാൻ പറ്റുന്നത് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടുകൂടി ഇരുന്ന ആ ശതാധിപൻ. ഒന്ന് വായിക്കാമോ? 10-ാം അധ്യായത്തിലെ കണ്ടോ, കൊർന്നേലിയോസ് എന്ന് പറഞ്ഞ മനുഷ്യൻ, അവന്റെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തിയതാ, അല്ലേ? ഒന്ന് വായിച്ചു. കണ്ടോ, അവൻ വളരെ ധർമ്മം ചെയ്തവനാ, സാധുക്കളെ സഹായിച്ചവനാ, മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുക്കുന്നവനാ, അവനും എല്ലാം ചെയ്തുകൊണ്ടിരുന്ന മനുഷ്യനാ. എന്നിട്ടോ അവൻ പകൽ ഏകദേശം 9 മണി നേരത്ത് ഒരു ദർശനത്തിൽ ഒരു ദൈവദൂതൻ തന്റെ അടുക്കൽ അകത്തു വരുന്നത് സ്പഷ്ടമായി കണ്ടു. കണ്ടോ, മതി. നമുക്കിനി ബാക്കിയുള്ള വിവരങ്ങളൊക്കെ നമുക്കറിയാം. അപ്പം ഈ മനുഷ്യൻ സുവിശേഷം കേട്ടിട്ടില്ല, അവൻ സുവിശേഷം അവൻ അറിയില്ല. പക്ഷെ അവൻ ദൈവഭക്തനാണ്. ഞാനും ഇതുപോലെ ദൈവഭക്തനാണ്. പള്ളി പണിയാനും മഠം പണിയുവാനും സ്കൂള് പണിയുവാനും ഒക്കെ ഔദാര്യമായിട്ട് കോൺട്രാക്ട് ഭയങ്കര പൈസ കുറച്ച്, അതായത് നഷ്ടം വരാതെ ആ പണികളൊക്കെ ചെയ്തു കൊടുക്കും. എന്തിനു വേണ്ടിയാ? ഇത് ദൈവത്തിന്റെ ആലയമല്ലേ, ഇത് ദൈവത്തിന്റെ പുരുഷന്മാരല്ലേ, ദൈവപുരുഷന്മാരല്ലേ എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ ചെയ്യുമായിരുന്നു. അത് അറിവില്ലായ്മയുടെ കാലമായിരുന്നു. പക്ഷേ ദൈവം അതിനെല്ലാം കണക്കിട്ടിട്ടുണ്ടായിരുന്നു. ദൈവസന്നിധിയിലെല്ലാം കണക്കുണ്ടായിരുന്നു. എനിക്കറിയില്ല, തിരുവചനം അറിയില്ലായിരുന്നു. അതുകൊണ്ട് ഈ ദൈവത്തിന്റെ ആലയത്തിന് പള്ളി പണിയുന്നതിനും കപ്പേള പണിയുന്നതിനും മഠം പണിയുന്നതിനുമൊക്കെ ചെറിയ കോൺട്രാക്റ്റിൽ ഈ പൈസ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഈ പണികളൊക്കെ ചെയ്തു കൊടുക്കുമായിരുന്നു. ഈ കൊർന്നേലിയോസ് ചെയ്തതുപോലെ ഈ നന്മപ്രവൃത്തികളൊക്കെ ചെയ്തു. പക്ഷേ ഹൃദയങ്ങളെ ശോധന ചെയ്യുന്ന ദൈവം, ഈ ഹൃദയങ്ങളിലൂടെ ദൈവം എന്നെ അറിഞ്ഞിരുന്നു. പക്ഷേ ഇത് രക്ഷ പ്രാപിക്കുവാൻ മതിയാവുകയില്ല എന്ന് ദൈവത്തിന് അറിയാമായിരുന്നു. അപ്പോ കൊർന്നേലിയോസിന്റെ വീട്ടിലേക്ക് ദൈവം ആരെ അയച്ചു? പത്രോസിനെ അയച്ചു, അല്ലേ? പത്രോസിനും കൊടുത്തൊരു ദർശനം. അങ്ങനെ പത്രോസ് ആ വീട്ടിൽ ചെന്ന് സുവിശേഷം പറയുക. എന്റെ ജീവിതത്തിലും ഇതുപോലെ, എന്റെ ജീവിതത്തിലും ഈ സുവിശേഷം
71, 72 ഒന്ന് വായിച്ചേ. നിന്റെ ചട്ടങ്ങൾ പഠിപ്പാൻ തക്കവണ്ണം ഞാൻ കഷ്ടതയിലായത് എനിക്ക് ഗുണം. 1000 പൊൻവെള്ളി നാണയത്തെക്കാൾ നിന്റെ ന്യായപ്രമാണം. കണ്ടോ, ദൈവത്തിന്റെ വചനം എനിക്ക് ഉത്തമമായിരുന്നു. ആരെങ്കിലും എന്റെ കുടുംബത്തിന്റെ സകല ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊള്ളാം. നീ രോഗിയായി കിടക്കുമല്ലേ, നിന്റെ കുടുംബത്തിന്റെ ഉത്തരവാദിത്വം മുഴുവൻ ഞാൻ ഏറ്റെടുത്തുകൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് അംബാനി വരുവാന്ന് വിചാരിച്ചു. അംബാനി വരുക, എന്താവശ്യവും നടത്തി തരാൻ തയ്യാർ. അങ്ങനെ അംബാനി വന്നാൽ ഇന്ന് ഞാൻ ഈ അനുഭവിക്കുന്ന സന്തോഷം എനിക്ക് അനുഭവിക്കാൻ പറ്റുമോ? എന്റെ കുടുംബത്തിന്റെ കാര്യങ്ങളെല്ലാം ഭംഗിയായി നടക്കുന്നുണ്ട്. പക്ഷെ ഞാനവിടെ കിടക്കുക, രോഗിയായി കിടക്കുക. ആ രോഗത്തിൽ നിന്നും എന്നെ വിടുവിക്കുക മാത്രമല്ല ചെയ്തത്, എന്റെ മുമ്പിൽ ദൈവത്തിന്റെ നീതി, എന്റെ പുറകിൽ ദൈവത്തിന്റെ മഹത്വം. അങ്ങനെ വളരുവാൻ, അങ്ങനെ ജീവിക്കുവാൻ ഇന്നെ ദൈവം ഈ നിലയിൽ നിർത്തിയെങ്കിൽ ഈ സുവിശേഷമാണ് എന്നെ ജീവിതത്തിലെ മാറ്റിയത്. ദൈവമക്കളെ, ഇന്ന് നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നുണ്ടെങ്കിൽ ഈ കേൾക്കുന്ന സുവിശേഷം ക്രിയ ചെയ്യാതെ, അതെന്റെ പ്രവൃത്തി ചെയ്യാതെ തിരിച്ചു വരികയില്ല. അല്ല, ദൈവത്തിന്റെ വചനമാകെ നിന്റെ ജീവിതത്തെ മാറ്റും, നിന്റെ ജീവിതം മൊത്തത്തിൽ മാറും. അങ്ങനെ രോഗിയായി ബാംഗ്ലൂർ CST എന്ന് പറഞ്ഞ ധ്യാന മന്ദിരത്തിൽ എന്റെ സഹോദരി അവിടെ ബാംഗ്ലൂരിൽ സ്ഥിരതാമസം. അവർ പറഞ്ഞു, ഇങ്ങനെ ഇവിടെ വന്നാൽ ഭയങ്കര വിടുതല, അങ്ങോട്ട് വരാൻ പറ്റും. ഞാൻ പറഞ്ഞല്ലോ, എന്റെ രോഗം മാറണം, അത് ഒറ്റ ലക്ഷ്യമാണ്. കാരണം മെഡിക്കൽ സയൻസ് പരാജയപ്പെട്ടു, ഇനി രക്ഷയില്ല എന്ന് മെഡിക്കൽ സയൻസ് പറഞ്ഞു. ഇനി പ്രാർത്ഥന മാത്രമേ വഴിയുള്ളൂ. അങ്ങനെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി നടത്തിയ, അങ്ങനെ ബാംഗ്ലൂർ CST ചെന്നു. അപ്പൊ അതിനു മുമ്പ് കോട്ടയിൽ പോയി, മുരിങ്ങൂർ പോയി, എവിടെയാ കേരളത്തിന്റെ ചുരുക്കം പറഞ്ഞാൽ തളിപ്പറമ്പ് ദർശനം മുതൽ അങ്ങ് പോകേണ്ട സ്ഥലമെല്ലാം കേരളത്തിലുള്ള സകലയിടത്തും പോയി. അവിടെ എല്ലാം പോയി. അവര് പറഞ്ഞ് വിടുതൽ കിട്ടി, സൗഖ്യം കിട്ടി, സാക്ഷ്യം പറയാൻ പറ്റും. ഞാൻ കയറി സാക്ഷ്യം പറയും. ഇത് പറയാത്തത് കൊണ്ട് അവർ പറയും, സാക്ഷ്യം പറഞ്ഞില്ലെങ്കിൽ വീണ്ടും ഇത് വരും. അതുകൊണ്ട് എന്ത് ചെയ്യും? സാക്ഷ്യം പറയും. വീട്ടിൽ വരുന്നതിന് മുമ്പ് ഇവിടുന്ന് ഇറങ്ങുമ്പോഴേ തുടങ്ങും പിന്നെ ആരോ. ആ അവസ്ഥയിൽ ഇങ്ങനെ പോവുക. അങ്ങനെ ബാംഗ്ലൂർ CST പോയി. അവിടെ പോയി ഈ ദൈവവചനം കേട്ടു. അവിടെ ഒരു കൗൺസിലർ, വയനാട്ടുകാരനൊരു ടാപ്പിംഗ് തൊഴിലാളിയായിരിക്കുന്ന ഒരു മനുഷ്യന്റെ കൗൺസിലിങ്ങിന് വേണ്ടി അദ്ദേഹത്തിന്റെ മുമ്പിൽ പോയിരുന്നു. അദ്ദേഹം എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, ബ്രദറെ, നിന്നെ ദൈവത്തിന് ആവശ്യമുണ്ട്. ഞാൻ ഇരിക്കുന്നത് പോലെ നിന്നെ ദൈവം ഇരുത്തും. അതിനുവേണ്ടി ദൈവം നിന്നെ ഇവിടെ കൊണ്ടുവന്നതാണ്. അതുകൊണ്ട് നീ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ, അവിടെ ഒരാൾ പൊക്കമുള്ള ഒരു കൽവിളക്കുണ്ട്. അതിനകത്ത് നിറച്ചു ആൾക്കാർ വരുന്നവർ എണ്ണ ഒഴിക്കുക. ആ എണ്ണ എടുത്തിട്ട് വേദനയുള്ള ഭാഗത്തൊക്കെ ഒന്ന് തൂത്തച്ച് മാതാവിനോട് പ്രാർത്ഥിച്ചോളാൻ പറ്റും. ഞാൻ ഈ എണ്ണയെല്ലാം തേച്ച് തിരുമാൻ പോകുന്ന പോലെ, കാലത്തിന് വേദന മുഴുവൻ വേദനയാണ്. അപ്പൊ പിന്നെ ഇന്നിടത്തൊന്നുമില്ല, മൊത്തം തൂക്കുക. എന്നിട്ട് അവിടെ പോയിരുന്ന് ഈ മാതാവിനോട് പ്രാർത്ഥിക്കും. അപ്പൊ പൈസയുള്ളവര്, പൈസക്കാരെന്ത് ചെയ്യും? അവിടെ 2 മാതാവിനെ വെച്ചിട്ടുണ്ട്. ആ മാതാവിന് സാരി ഉടുപ്പിക്കാൻ എന്റെ ഉദ്ദിഷ്ട കാര്യങ്ങൾ. സാരി എവിടെ കിട്ടും? ഇതിന്റെ തൊട്ട് പുറത്ത് വിൽക്കുന്നു. ഈ സാരി അഴിച്ചെടുത്ത് അടുത്ത സാരി ഉടുപ്പിക്കുമ്പോൾ അത് 1 ലക്ഷത്തിന്റെ 2 ലക്ഷത്തിന്റെ അങ്ങനെയുള്ള ഒരു വിഭാഗം മുടുത്ത മാതാവിനെ ഉടുപ്പിക്കാൻ. അങ്ങനെ നമ്മളെപ്പോലെയുള്ളവർക്ക് ചെറിയ സാരി ഉടുപ്പിക്കാൻ ചെറിയ മാതാവ്, ചെറിയ ബേസിക്ക്
1000 രൂപ, 2000 രൂപ, 3000 രൂപ അയക്കും. എന്റെ ഈ പൈസ ഇല്ലാത്തത് കൊണ്ട് ഞാൻ സാരി ഉടുപ്പിച്ചില്ല, ദൈവകൃപയിൽ. അപ്പോ അതുപോലെ അവിടെ 3 ദൈവങ്ങൾ ഒന്നിച്ചിരിക്കുന്ന ഒരു രൂപം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? 3 ദൈവങ്ങൾ ഒന്നിച്ചിരിക്കുന്ന പാമ്പ്, കുതിര, മനുഷ്യൻ. ഇതിനെ എല്ലാത്തിനെയും തൊട്ടു വന്നിരിക്കുന്ന സഹോദരിമാരൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇതൊന്നും അറിയത്തില്ലെങ്കിലും ഇതൊന്നും ചെയ്യാൻ ദൈവം ഇടവരുത്തിയിൽ ഈ എണ്ണ തേച്ച പ്രാർത്ഥിച്ചു. അവിടുന്ന് അവസാനത്തെ ദിവസം അവിടുന്ന് ആ അച്ഛൻ വിളിച്ചു പറയുക, ദേവസ്യ മുല്ലക്കര എന്ന് പറഞ്ഞ ഒരു മനുഷ്യനെ സഭ പുറത്താക്കി. ഇനി ഒരിക്കലും അദ്ദേഹത്തിന്റെ മീറ്റിങ്ങിലോ അദ്ദേഹത്തിന്റെ പരിപാടിക്കോ ഒരു മനുഷ്യന് പോയിക്കൂടായിരുന്നു. ഞാൻ നോക്കുമ്പോ എന്റെ അയൽവക്കക്കാരൻ, ഇദ്ദേഹത്തെ കൊണ്ടു നടത്തുന്നത് മുഴുവൻ ഈ പള്ളിക്കാരൻ. ഇപ്പൊ പറയുന്നു കൊണ്ടുപോകരുത്. അപ്പൊ ഇതെന്താണ് കാരണം? ഇതറിയാൻ വേണ്ടിയാണ് ഞാനിവിടെ വന്നത്. ഇതറിയുവാൻ വേണ്ടിയാണ് ഞാനിവിടെ വന്നത്. ഞാനിതെന്താ പറഞ്ഞത്? ദൈവം നമ്മളെ കൊണ്ടുപോകുന്ന വഴിക്ക് നമ്മൾ പോകാൻ തയ്യാറാണെങ്കിൽ, പരിശുദ്ധാത്മാവ് നിന്നെ നയിക്കുന്ന വഴിയിലൂടെ നീ പോകുവാൻ തയ്യാറാണെങ്കിൽ, ദൈവം നിന്നെ ലക്ഷ്യസ്ഥാനത്തെത്തിക്കും. ഈ പറഞ്ഞ ഈ ശതാധിപനോട് പറഞ്ഞു, നീ ജോപ്പാരിലേക്ക് അവിടെ തോൽപ്പണിക്കാരന്റെ കൂടെ താമസിക്കുന്ന പത്രോസിനെ വിളിച്ചുകൊണ്ട് അവൻ പറയുന്നത് നീ കേൾക്കാൻ പറഞ്ഞു. അവൻ പറഞ്ഞത് അവൻ കേട്ടു, അവനത് അനുസരിച്ചു. അതനുസരിച്ച് ആ നിമിഷം തന്നെ ആ തിരുവചനം അവിടെ പ്രഘോഷിക്കപ്പെട്ടപ്പോൾ, അത് അവൻ ഹൃദയപൂർവ്വം ഏറ്റെടുത്തപ്പോൾ പരിശുദ്ധാത്മാവ് അവന്റെ മേൽ വന്നു. അവൻ അന്യഭാഷയിൽ ആരാധിച്ചു എന്ന തിരുവചനം പറയുന്നു. പ്രൈസ് ദി ലോർഡ്. അവിടെ അവർ സ്നാനം സ്വീകരിച്ചു എന്ന തിരുവചനം പറയുന്നു. പ്രിയ ദൈവമക്കളെ, ഇന്ന് നമ്മൾ വിശ്വാസ ജീവിതത്തിൽ, വിശ്വാസ കോളത്തിൽ നിൽക്കുക. പക്ഷേ വേണ്ട വിധത്തിൽ ദൈവവചനത്തിലേക്ക് നമ്മൾ ആഴപ്പെട്ടിട്ടുണ്ടോ? വേണ്ട വിധത്തിലുള്ള ദൈവവചന ധ്യാനത്തിലേക്ക് നമ്മൾ കടന്നിട്ടുണ്ടോ? ഈ വചനത്തിന് വേണ്ടുന്ന വിധത്തിലുള്ള പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നുണ്ടോ? ഈ വചനം നിന്റെ ജീവിതത്തെ മാറ്റും. ഈ വചനം നിന്റെ സാഹചര്യത്തെ മാറ്റും. ഈ വചനം നിന്റെ കുടുംബത്തെ മാറ്റും. അല്ല, ഇവിടെ എന്താ നമ്മൾ വായിച്ചത്? ഒന്നുകൂടെ വായിച്ചേ. 9 മുതൽ വായിച്ചോ. 9 മുതൽ. അപ്പോൾ നീ വിളിക്കും, യഹോവ ഉത്തരമരുളും. നീ നിലവിളിക്കും, ഞാൻ വരുന്നുവെന്ന് അവൻ അരുളിച്ചെയ്യും. മുഖം വിരച്ചൂണ്ടുന്നതും വഷളത്വം സംസാരിക്കുന്നതും നീ നിന്റെ നടുവിൽ നിന്ന് നീക്കിക്കളയും. വിശപ്പുള്ളവനോട് താല്പര്യം കാണിക്കുകയും കഷ്ടത്തിലിരിക്കുന്നവനെ തൃപ്തി വരുത്തുകയും ചെയ്യുമെങ്കിൽ നിന്റെ പ്രകാശം ഇരുട്ടത്ത് നിന്റെ പ്രകാശം കളിക്കും. കണ്ടോ? അവിടെ സൂര്യന്റെ വലിയൊരു തേജസ് വരത്തക്ക വിധത്തിൽ ആ അന്ധകാരത്തെ അവിടെ നീക്കിക്കളയും. എന്നിട്ടോ കണ്ടോ? നിന്റെ സാഹചര്യങ്ങളെ മാറും. നിങ്ങൾക്കറിയാമോ, ഈ വിശ്വാസ ജീവിതത്തിൽ കടന്നു വരുന്നതിന് മുമ്പ് ഞാൻ കൺസ്ട്രക്ഷൻ ഫീൽഡിൽ ശക്തമായ ജോലി തിരക്കുള്ള മനുഷ്യനാണ്. ആ തിരക്കുള്ള മനുഷ്യനായിരിക്കുമ്പോഴും എൻ്റെ വീടിന്റെ പണി പൂർത്തീകരിക്കാൻ പറ്റാതെ തേപ്പ് കഴിഞ്ഞിട്ട് മുഴുവൻ പായല് പിടിച്ച് ഇങ്ങനെ കിടക്കുക. എൻ്റെ കുഞ്ഞുങ്ങൾ ചെറുതാ. ആ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ അവരുടെ കൂടെ നടക്കുന്ന കൂട്ടുകാരികൾ ചോദിക്കും, ഇതെന്നാണ് ഈ പ്രേതാലയമാണ്? ആ വീട് കണ്ടിട്ട് ചോദിക്കുമായിരുന്നു. എന്നിട്ട് ചില പിള്ളേർ ചോദിക്കും, ഇതെന്നാ ഭാർഗവീ നിലയമാണ്? അന്നെന്തോ ഒരു നാടകവും സിനിമയും കണ്ടത് പ്രേതമുള്ള ഭാർഗവീ നിലയം അതാണെന്ന് ചോദിക്കുമായിരുന്നു. അങ്ങനെ അന്ധകാരം മൂടിക്കിടന്നിരുന്ന, ഒരു വിധത്തിലും സ്വസ്ഥതയില്ലാതെ അങ്ങനെ കിടന്നിരുന്ന ആ ഭവനം ഈ സുവിശേഷം കേട്ട് ഈ സുവിശേഷത്തിന് സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ ജീവിതം മാറി. എൻ്റെ അന്ധകാരം അവിടെ ഉഷസ് തെളിഞ്ഞു. ആ വെളിച്ചം തെളിഞ്ഞു കഴിഞ്ഞതിന് ശേഷം എൻ്റെ ബന്ധുമിത്രാദികള് എന്നോട് ചോദിച്ചത് എന്താണെന്നറിയാവോ? ഈ ദിവസം കൊണ്ട്, ഇത്രയും നാളുകൊണ്ട്
നിന്റെ ജീവിത സാഹചര്യങ്ങളെല്ലാം മാറി. ഒറ്റ വർഷം തരുന്നില്ല, ആ ഒരു വർഷത്തിനുള്ളിൽ എന്റെ വീടിന്റെ പണികൾ മുഴുവൻ തീർത്തു, വീട് പെയിന്റ് അടിച്ചു, വീട് മനോഹരമാക്കി, എല്ലാ വിധത്തിലുള്ള കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞപ്പോൾ എന്റെ അയൽപക്കക്കാർ മുതൽ എന്റെ ബന്ധുമിത്രാദികൾ വന്ന് എന്നോട് ചോദിച്ചത് എന്താണെന്നറിയോ? നിങ്ങൾക്ക് എവിടുന്ന ഈ പൈസ കിട്ടുന്നത്? മുല്ലക്കര സാർ നിങ്ങൾക്ക് പൈസ തരുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, പൈസ തരുന്ന ഒരുത്തനുണ്ട്, സമാധാനം തരുന്ന ഒരുത്തനുണ്ട്, എന്റെ കൂടെ വന്ന് ഞാൻ കാണിച്ചു തരാം. നിന്റെ സാഹചര്യങ്ങൾ മാറും, നിന്റെ അന്ധകാരം മാറും, നിന്റെ ജീവിതത്തിന്റെ മേഖലകൾ സമർത്ഥവും മാറും. ഈ സുവിശേഷം നീ ഏറ്റെടുത്ത, ഈ സുവിശേഷം നിന്റെ ജീവിതത്തെ മാറ്റുവാൻ പറ്റും. അങ്ങനെ ജീവിതത്തിൽ മാറിയവനാണ്, അനുഭവ സമ്പത്തുള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ശക്തമായിട്ട് ദൈവമക്കളെ നിങ്ങളോട് സംസാരിക്കുന്നത്. ആ കർത്താവിന്റെ വചനം വായിച്ചു, നിങ്ങൾ വായിച്ചു. നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തുകയും ചെയ്യും. നീ നനവുള്ള തോട്ടം പോലെയും വെള്ളം വറ്റിപ്പോകാത്ത നീരുറവ് പോലെയും ആകും. പ്രൈസ് ദി ലോർഡ്. എന്റെ വീട്ടിൽ വന്ന ഒരു നേരത്തെ ആഹാരത്തിന് മുട്ടില്ല. ഇപ്പോ ആര് വന്നാൽ ദൈവത്തിന്റെ വലിയൊരു സമാധാനം ആ കുടുംബത്തിൽ അനുഭവിക്കുവാൻ എനിക്ക് സാധിച്ചു. ഇന്ന് ഈ ഒരു അവസ്ഥയിൽ ഇരിക്കുന്നവർ ഇതിനകത്തിരിപ്പുണ്ട്. എനിക്ക് എന്തുകൊണ്ട് ഇത് പ്രാപിക്കാൻ പറ്റുന്നില്ല എന്നുള്ള അവസ്ഥയിൽ ഇരിക്കുന്നവർ ഇതിനകത്തിരിപ്പുണ്ട്. ഇന്ന് നിന്റെ മേൽ വിടുതല. ഇതൊരു പ്രവചനമാണ് മക്കളെ, ഇത് ഏറ്റെടുത്തു. ഇന്ന് നിന്റെ ജീവിതത്തിൽ മാറ്റം വരാൻ പോവാ. നീ ദിവസം എണ്ണിക്കോ, ഇന്ന് മുതൽ എണ്ണിക്കോ. ഒരു വർഷത്തിനുള്ളിൽ എന്റെ ജീവിതത്തെ മാറ്റിമറിച്ച ആ ജീവനുള്ള ദൈവം, ജീവിക്കുന്ന കർത്താവ്, ആ കർത്താവ് ഇന്ന് നിന്റെ ജീവിതത്തെ മാറ്റാൻ തുടങ്ങുക. സമർപ്പിച്ചു കൊടുത്തു. എന്റെ ജീവിതത്തെ ശുദ്ധീകരിക്കുവാൻ, എന്റെ ജീവിതത്തിലുള്ള കുറവുകളെ ഇന്ന് കർത്താവിന്റെ സന്നിധിയിൽ സംബന്ധിച്ച് ആ കർത്താവിന്റെ സന്നിധിയിൽ സാഷ്ടാംഗം വീണ് എന്നെ വിടുവിക്കണം കർത്താവേ. നിന്നെ കൂടാതെ എനിക്ക് പറ്റത്തില്ല എന്ന് കർത്താവിന്റെ സന്നിധിയിൽ സംബന്ധിച്ചാൽ അവിടെ വിടുതല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തുടർന്ന് വായിച്ചേ. നിന്റെ സന്തതി പുരാതന ശൂന്യങ്ങളെ പണിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിന്റെ സന്തതി പുരാതന ശൂന്യങ്ങളെ പണിയും. മാറ്റമില്ല ദൈവമക്കളെ, അതിന് മാറ്റമില്ല. ഞാനൊരു കാര്യം കൂടെ പറയാം. ഇതൊരു പ്രവചനം, കർത്താവ് എനിക്ക് തന്ന വലിയൊരു പ്രവചനമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയുന്നത്. നമ്മളിവിടെ ആരാധിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു കുഞ്ഞ് അലലയ്യാന്ന് വിളിച്ച് പറഞ്ഞ് നിങ്ങൾ കേട്ടോ? ആ കുഞ്ഞിന്റെ ജീവിതം, ആ കുഞ്ഞിന്റെ അമ്മയുടെ ഉദരത്തിൽ കിടക്കുമ്പോൾ മുതൽ ആ കുഞ്ഞിനെ ദുഷ്ട പിശാച് ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരുവാൻ ഇടവരാതെ അവിടെ വെച്ച് തന്നെ നശിപ്പിക്കുവാൻ അവൻ ഭയങ്കരമായ തന്ത്രങ്ങൾ ഉപയോഗിച്ചത്. അവസാനം ഡെലിവറിയുടെ സമയത്ത് ഡോക്ടർ ഈ പ്രസവം ക്രിട്ടിക്കല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഓപ്പറേഷൻ ചെയ്യാൻ ഞങ്ങൾ പറഞ്ഞു. അപ്പൊ പറഞ്ഞ് ചെയ്യാൻ പറ്റില്ല, ഓപ്പറേഷൻ ചെയ്യാതെ പ്രസവിക്കുമോ നോക്കട്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇതിനെപ്പറ്റി വലിയ അറിവൊന്നുമില്ല. എന്നിട്ട് ഡെലിവറിയുടെ സമയമായപ്പോൾ കുഞ്ഞിന്റെ തല പുറത്തേക്ക് വന്നു, വാങ്ങി വരുന്നില്ല. അങ്ങനെ കോടിയിട്ട് കുഞ്ഞിനെ വലിച്ചെടുത്തു. ആ കുഞ്ഞ് പിന്നെ സംസാരിക്കില്ല, കരയില്ല, അങ്ങനെ ചലനമറ്റ രീതിയിൽ ഒരു മാസത്തോളം. ഉടനെ ഡെലിവറി കഴിഞ്ഞ് അവർ പറഞ്ഞു ഇനി ഇവിടെ പറ്റുകയല്ല, നിങ്ങൾ വേറെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു പറഞ്ഞ് കണ്ണൂരത്തേക്ക് ഹോസ്പിറ്റലിലേക്ക് വിട്ടു. ഞാൻ ചുരുക്കി പറയും. അങ്ങനെ ആ കുഞ്ഞിന് മെഡിക്കൽ സയൻസിന്റെ നിഗമന പ്രകാരം ഞങ്ങൾ ഈ എൻ്റെ രേഖകളെല്ലാം മേടിച്ചു. അതിന് ടെസ്റ്റ് ചെയ്തതിന്റെ രേഖകളെല്ലാം മേടിച്ച് അപ്പോൾ എൻ്റെ മൂത്ത മകൾ കുവൈറ്റിലുണ്ടായിരുന്നു. ആ മകൾക്കൊക്കെ അയച്ചു കൊടുത്തു. അവിടെ നേഴ്സാണ്, അയച്ചു കൊടുത്തു. അവിടെ അറിയാവുന്ന നമ്മുടെ സോനം ബാസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വേണ്ടുന്ന വിധത്തിലുള്ള വിദഗ്ധരായ ഡോക്ടർമാർക്ക് ചിൽഡ്രൻ സ്പെഷ്യലിസ്റ്റിനൊക്കെ ഈ ഇത് കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഈ കൊച്ച് രക്ഷപ്പെടുകയില്ല. ഈ മെഡിക്കൽ സയൻസ് പ്രകാരം
ആ കൊച്ച് മന്ദബുദ്ധിയായി പോവുകയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ചലനമില്ലാത്ത ഒരു ഇതായിട്ടൊരു അവസ്ഥയിലായി പോവുകയോ ചെയ്യുള്ളൂ. അതാണ് ഇത് മെഡിക്കൽ സയൻസിന്റെ റിപ്പോർട്ട് കാണുന്നത്. കണ്ണുനീരോടുകൂടി ഈ കുടുംബം, അപ്പന്റെ കുടുംബവും അമ്മയുടെ കുടുംബവും കണ്ണുനീരോടുകൂടി പ്രാർത്ഥിച്ചു. അത്ഭുതം എന്ന് പറയട്ടെ, ഒരു മാസമായപ്പോ കൊച്ചു കരഞ്ഞു. വീണ്ടും മെഡിക്കൽ സയൻസ് അവരെ ടെസ്റ്റ് ചെയ്തു. ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഡോക്ടർമാർക്ക് അത്ഭുതം, ഇതെങ്ങനെ സംഭവിച്ചു? ഈ റിപ്പോർട്ട് വീണ്ടും ഞങ്ങൾ അയച്ചു കൊടുത്തു. അയച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഡോക്ടർമാർ പറഞ്ഞത്, ഇത് ഈ കൊച്ചിന്റെ റിപ്പോർട്ടല്ല, നിങ്ങൾ മുമ്പ് തന്ന കൊച്ചിന്റെ റിപ്പോർട്ട് അല്ലത്. എന്താ ദൈവം മക്കളെ? ജീവനുള്ള ഒരു ദൈവമുണ്ട്, ജീവിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ മുമ്പിൽ നിന്നെയൊന്ന് സമർപ്പിച്ച്, നിന്നെയൊന്ന് പൂർണ്ണമായി നേർപ്പിച്ച്, അത്ഭുതമന്ത്രി വീരനാം ദൈവം, സമാധാനത്തിന്റെ പുത്രൻ, അവൻ ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ടു. ആ കൊച്ച് അന്നു മുതൽ ഉത്സാഹത്തോടെ കളിക്കാനും ചാടാനും ഒക്കെ കഴിയും. എന്നാൽ അവന് ഇടയ്ക്ക് ഫിക്സ് വരും. ഇടയ്ക്ക് ഫിക്സ് വരുന്നത് കൊണ്ട് മംഗലാപുരത്ത് ഏതോ ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി കാണിക്കുവാൻ ഇവിടെ ഒരു ഡോക്ടർ റെഫർ ചെയ്തു. അങ്ങനെ ഞങ്ങൾ മംഗലാപുരത്ത് കൊണ്ടുപോയി. 5 വയസ്സ് വരെ 6 വയസ്സ് വരെ കൊച്ചിന് ഒരു പ്രത്യേക മെഡിസിൻ, അതൊരു ഭയങ്കര വിലയാണ്. ആ മെഡിസിൻ കൊടുക്കണം, അവിടെ പോയി സ്കാൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ 1 പോയി, 2 പോയി, 3ാമത് പോയില്ല. അങ്ങനെ ഈ കൊച്ചിന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫിക്സ് വരുന്നുണ്ട്. ഒരു അക്യുപഞ്ചർ എന്ന് പറഞ്ഞ ഒരു ട്രീറ്റ്മെന്റിന് ഈ കൊച്ചിനെ ഒന്ന് കൊണ്ടുപോകാമല്ലോ എന്ന് തീരുമാനിച്ചു. അങ്ങനെ അവിടെ കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ, ഈ റിപ്പോർട്ടും കൂടെ കൊണ്ടുപോയപ്പോൾ അവർ പറഞ്ഞു, ഒരു കാരണവശാലും ഈ മെഡിസിൻ കൊടുക്കരുത്. സ്ട്രോക്ക് വരുന്നവർക്ക് കൊടുക്കുന്ന മെഡിസിന്റെ ഒരു ചെറിയൊരു അംശമാണ് ഈ കുഞ്ഞിന് നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഒരു കാരണവശാലും ഈ മെഡിസിൻ കൊടുക്കരുത്. അന്ന് ആ മെഡിസിൻ നിർത്തി, അന്ന് ആ ട്രീറ്റ്മെന്റ് നിർത്തി. എന്നിട്ട് ഇദ്ദേഹത്തിന്റെ ആ ട്രീറ്റ്മെന്റ് ചെയ്തു. അതിനുശേഷം 1-2 പ്രാവശ്യം പനി വന്നു, ഈ ഫിക്സ് വന്നിട്ടില്ല. അതിൽ നിന്നും കർത്താവ് പൂർണ്ണമായി വിടുതൽ തന്നു. പിന്നെ ഇപ്പോഴുള്ളത് അവന് സ്ഫുടതയോടെ സംസാരിക്കുവാൻ പറ്റുന്നില്ല. നഴ്സറിയിൽ വിടുക, കുഞ്ഞുങ്ങളുമായി ഒരുപാട് സംസാരിച്ച് അവന്റെ വാക്കുകൾ ശുദ്ധിയുള്ളതായി സ്പഷ്ടമായി വരുവാൻ വേണ്ടി അവൻ ഇപ്പോൾ വളരെ മെച്യൂരിറ്റി ആയിക്കൊണ്ടിരിക്കുന്നു. ഞാനിത് പറഞ്ഞതെന്തുവാ? ദുഷ്ടനായ പിശാചിനെ തകർക്കുവാൻ ശ്രമിച്ചെങ്കിൽ, എന്നെ തകർത്തു കളയുവാൻ ഒരിക്കൽ അവൻ ദുഷ്ടൻ സമർപ്പിച്ച് രോഗിയായി എന്നെ കിടത്തിയെങ്കിൽ, എന്നെ അതിൽ നിന്ന് വിടുവിക്കുവാൻ എന്റെ കർത്താവ് എന്റെ മേൽ കൃപ ചൊരിഞ്ഞ് ആ കർത്താവിന് പൂർണ്ണമായി ഞാൻ സമർപ്പിക്കുവാൻ തയ്യാറായെങ്കിൽ, എന്റെ ഭാര്യയെയും എന്റെ മക്കളെയും ഉപേക്ഷിക്കേണ്ടി വന്നാലും എന്റെ കർത്താവിന് വേണ്ടി നിലനിൽക്കുമെന്ന് ഞാൻ ഉറപ്പ് പറഞ്ഞപ്പോൾ ദുഷ്ട പിശാചി ലജ്ജിച്ചു പോയെങ്കിൽ, അവൻ ഈ കുഞ്ഞിന്റെ മേൽ അങ്ങനെ ഒരു പരിപാടി നടത്തിയെങ്കിൽ, ഈ ശക്തമായ ദൈവത്തിന്റെ വചനപ്രകാരം ഞങ്ങൾ പ്രാർത്ഥിക്കുവാനും ഉപവസിക്കുവാനും തയ്യാറായപ്പോൾ അതിൽ നിന്ന് വിടുവിച്ചെങ്കിൽ, ഞാൻ ഇന്ന് പറയുക, ഈ ദുഷ്ട പിശാചിനെതിരെ അതിശക്തമായ വിധത്തിൽ പോരാടുന്ന ഒരു ശക്തമായ പൗലോസായി തീരുവൻ, ഒരു പ്രവാചകനായി തീരുവൻ. അതിനുവേണ്ടി ആ ദൈവത്തിന്റെ അഭിഷേകം ആ കുഞ്ഞിന്റെ മേൽ പകർന്നുകൊണ്ടിരിക്കുക. ദൈവമക്കളെ, ഇവിടെ നിങ്ങൾ നോക്കിക്കോ, ഇവിടെ ആരാധന തുടങ്ങുമ്പോൾ അവന്റെ രീതി നിങ്ങൾ മാറുന്നത് കണ്ടു. ഞങ്ങൾ കുടുംബത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയുടെ മധ്യത്തിൽ ആ കുഞ്ഞ് കാണിക്കുന്നത് ഞങ്ങൾക്ക് കാണുമ്പോൾ അതിശയം തോന്നുകയാണ്. ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു, അവൻ വരും തലമുറയ്ക്ക് ഒരു പ്രവാചകനായി തീരുമെന്ന് ദുഷ്ട പിശാച് നേരത്തെ അറിഞ്ഞു. അവനെ തകർക്കുവാൻ അവൻ പദ്ധതിയിട്ടെങ്കിൽ അതിന്റെ മേലെ ഇരിക്കുന്ന സർവശക്തനായ ദൈവം അവനെ ഉയർത്തുകയാണ്. എന്താണ് നമ്മളിവിടെ വായിച്ചത്? എന്താ
എന്താ നമ്മൾ വായിച്ചത്? ഒന്ന് വായിച്ചേ. നിന്റെ നിന്റെ സന്തതി സന്തതി പുരാതന പുരാതന ശൂന്യങ്ങളെ ശൂന്യങ്ങളെ പണിയും. യേശുവിന്റെ നാമത്തിൽ പറയാം. നിന്റെ സന്തതികൾ, നിന്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടും. നീ ഒന്ന് അനുഗ്രഹിക്കുവാൻ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്തേ. നിന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തേ. നിന്റെ കുറവുകളെ ഞാനൊരു വിശ്വാസിയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കാതെ നീ എന്റെ കർത്താവ്, എന്റെ കുറവുകൾ ഇന്നതാണെന്ന് ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് നിരപ്പ് പ്രാപിക്കുവാൻ ഈ നിമിഷം തയ്യാറാണെങ്കിൽ നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടും. വായിച്ചേ. തലമുറയായി കിടക്കുന്ന അടിസ്ഥാനങ്ങളെ നീ കെട്ടിപ്പൊക്കും. കണ്ടോ? അടിസ്ഥാനത്തെ നിനക്ക് കെട്ടിപ്പൊക്കുവാൻ ദൈവം വരുന്നു. വായിച്ചേ. കേട് തീർക്കുന്നവരെന്നും കുടിയിരിപ്പാൻ തക്കവണ്ണം പാതകളെ യഥാസ്ഥാനത്താക്കുന്നവരെന്നും നിനക്ക് പേർ പറയും. നിന്റെ പേര് മാറ്റും. ഞാനൊരു കൺസ്ട്രക്ഷൻ ഫീൽഡിൽ ഒരു കോൺട്രാക്ട് വർക്കറായി. അത് കഴിഞ്ഞിട്ട് ഈ കൂട്ടായ്മയിലേക്ക് കടന്നു വന്നു കഴിഞ്ഞ് ഇവിടുത്തെ ഈ കെട്ടിടത്തിന്റെ പണികളൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇവിടുത്തെ ഈ ആംബുലൻസ് ഓടിക്കാൻ നിന്നു. അപ്പൊ പരിചയമുള്ള എന്നെ ഈ ദേശത്ത് മുഴുവൻ അറിയാം. അപ്പൊ ഞാൻ ഇതുകൊണ്ട് പോകുമ്പോ എന്നോട് ചോദിച്ചു, കോൺട്രാക്ട് പണി നിർത്തിയ ആംബുലൻസ് ഡ്രൈവർ ആയിരുന്നു ചോദിച്ചു. ആ ആംബുലൻസ് ഡ്രൈവർ ആയതെന്ന് ചോദിച്ച ആള് ഇപ്പൊ എന്നോട് ചോദിക്കുന്ന എന്താ അറിയോ? ഇപ്പം നീ പാസ്റ്ററാണ്. നിന്റെ പേര് മാറ്റി കേട്ടാവും. നിന്റെ ജീവിതം മാറ്റി, നിന്റെ സാഹചര്യം മാറ്റി, ദൈവത്തിന്റെ അഭിഷിക്തനാക്കി നിന്നെ കൊണ്ട് വേല ചെയ്യിക്കത്തക്ക വിധത്തിൽ നിന്നിലൂടെ കർത്താവിന്റെ വലിയൊരു കൃപയറിഞ്ഞു. എത്ര പേരത് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നു? എഴുന്നേറ്റുന്നു. ഹല്ലേലൂയ. നന്ദി അപ്പാ, സ്തോത്രം. കർത്താവേ, അവിടുത്തെ തിരുസന്നിധിയിലേക്ക് ഞങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ പാപബന്ധനത്തിൽ നിന്നും, ഈ പാപത്തിന്റെ പിടിയിൽ നിന്നും ഞങ്ങളുടെ ജീവിതത്തിൽ എവിടെയാണ് കുറവുകളുള്ളത്, ആ കുറവുകളിൽ നിന്ന് ഞങ്ങളെ ഒന്ന് വിടുവിക്കുവാൻ ദൈവത്തിന്റെ കൃപ ചൊരിയണം. കർത്താവേ, എന്റെ പാപങ്ങളെ ഒന്ന് ഓർമ്മിപ്പിച്ചു തരണം. എന്റെ പാപത്തിന്റെ പിടിയിൽ നിന്ന് എന്നെ ഒന്ന് വിടുവിക്കണം. കർത്താവിന്റെ സന്നിധിയിലേക്ക് ഞാൻ എന്നെ ഏൽപ്പിച്ചു തരുന്നു. കൃപ വ്യാപരിക്കട്ടെ, കൃപ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. കരമൊന്ന് ഉയർത്തിക്കേ. ഹല്ലേലൂയ. നന്ദി അപ്പാ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പരിശുദ്ധനായ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുവാൻ തക്ക വിധത്തിൽ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഹൃദയത്തെ ഒന്ന് തുറന്നു കൊടുത്ത് ഈ കേൾക്കുന്ന പാട്ട് ഈ നമ്മുടെ ഹൃദയങ്ങളെ ഒന്ന് ചലിപ്പിക്കുവാൻ, ഈ ആരാധനയിൽ ഈ പാട്ടിലൂടെ ദൈവത്തിന്റെ കൃപ നമ്മുടെ മേൽ വ്യാപരിക്കണം. ഹല്ലേലൂയ. കരമുയർത്തി സ്തുതിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.